വെച്ച് വിവാഹം നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്. ഹൈന്ദവ വിശ്വാസികളുടെ കല്യാണത്തിൽ ഞാനും നിങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നിക്കാഹ് നടത്തിയിട്ടുണ്ടോ? എത്ര വലിയ പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ അവരുടെ അമ്പലത്തിൽ വെച്ച് അവര് വിവാഹം നടത്താറുള്ളൂ. ഏത് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോയാലും അവര് ക്രിസ്ത്യാനികളുടെ വിവാഹവും പള്ളിയിൽ വെച്ച് നടത്തൂ, ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തില്ല. കാരണം അവർക്കറിയാം നല്ലത് എവിടെയാണെന്ന് അവർക്കറിയാം. പക്ഷേ നമുക്കറിയില്ല. നമ്മൾ പള്ളിയിൽ വെച്ച് നടത്തൂല. അത് പ്രായമുള്ളവർക്കാ, അത് ഉസ്താദന്മാർക്കാ, അത് ഹാജിയാക്കന്മാർക്കാ. എന്റെ വിവാഹം, എന്റെ മക്കളുടെ വിവാഹം ഓഡിറ്റോറിയത്തിലാ. മോനെ നിനക്ക് നല്ല മക്കളെ ജനിക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം എവിടെ ചേർത്തണം? നമ്മുടെ വാപ്പയും ഉമ്മയും കല്യാണം കഴിച്ചത് സ്വർഗത്തിൽ വെച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? നമ്മുടെ വാപ്പയും ഉമ്മയും, നല്ല വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ വെച്ച് ജീവിതം തുടങ്ങി. ജീവിക്കേണ്ടത് സ്വർഗത്തിൽ, അങ്ങോട്ട് തന്നെയാ പോണ്ടേ. അതുകൊണ്ട് നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്താവൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതെങ്ങനെ അപ്പാസ്താദ ഇല്ലേ? അതിപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ അല്ലേ? വിവാഹം എന്നൊക്കെ പറഞ്ഞ പ്രശ്നം എന്താ അല്ലേ? ഗാനമേളയും എന്തെല്ലാം പരിപാടികളാ, പണക്കൊഴുപ്പ് കാണിക്കാം. അവനവൻ ലോൺ എടുത്തിട്ടാണെങ്കിലും വിവാഹം വാങ്ങാൻ നല്ല പോലെ നടത്തണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ കാണിക്കുന്നത് എന്തൊക്കെ ഇല്ലേ? എവിടെ എത്തി നിൽക്കുന്ന ഇന്നത്തെ വിവാഹം? എഴുന്നള്ളത്തിന് വരുന്ന ആനയെ പോലെയാ. നിങ്ങൾക്ക് കല്യാണത്തിന്റെ തലേ ദിവസം തുടങ്ങും മൈലാഞ്ചി മുതൽ തുടങ്ങും. പടച്ചവനെ രാത്രി 12 മണി വരെ എന്തെല്ലാം കൂത്തുകൾ കഴിഞ്ഞു. രാവിലെ 7 മണി വരെ ഉറക്കം. പുതുമണവാളൻ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം നടക്കുന്ന ദിവസം വിവാഹം. അന്നത്തെ ദിവസം സുബഹി നിസ്കരിക്കാതെ പോത്തുപോലെ കിടന്നുറങ്ങും. എഴുന്നേറ്റ് എല്ലാം കൂടെ കുറെ എണ്ണം വീട്ടിലേക്ക് വരും. കുളിപ്പിച്ച് ഒടുക്കത്തെ ഒരുക്കും, മയ്യത്തൊരുക്കുന്നത് പോലെ. ഈ പൊട്ടൻ ഇത്രയും കൊല്ലം 18 വർഷം 22 വർഷം 25 വർഷം അവൻ നേരെ ചൊവ്വ ഒരുങ്ങി നടന്നവനാ. വിവാഹത്തിന്റെ ഒരു പുതു ഒരുക്കം. മയ്യത്ത് മാത്രമേ അങ്ങനെ ഒരുക്കാറുള്ളൂ. കഫൻ തുണി പൊതിയാ ഉസ്താദ് വരുന്നത് പോലെ ചെറുക്കന് ഒരുക്കും. അവനെ കുളിക്കാൻ അറിയില്ല, അവൻ ഉടുപ്പിടാൻ അറിയില്ല, അവനൊരു പ്രത്യേക ഒരുക്കല. ഒരുക്കിയിട്ട് പള്ളിക്കകത്ത് കൊണ്ടുവെക്കും. പടച്ചനെ ചിലതൊക്കെ പള്ളി വരും. ഉസ്താദ് അങ്ങോട്ട് ഇരുന്നിട്ട് 2 കയ്യും പിടിച്ചങ്ങോട്ട് വെക്കും അല്ലേ? ഇന്നത്തെ വിവാഹമൊക്കെ ചിരി വരും. ഏറ്റവും വലിയ കോമഡി നടക്കണം നിക്കാഹിന. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ കോമഡി ചിരി വരുന്ന എപ്പോഴും അറിയോ? അള്ളാഹുവെ പടച്ചോനെ സെക്രട്ടറി ചോദിക്കും, പ്രസിഡന്റ് ചോദിക്കും, മോനെ മഹർ എത്രാടാ? ഓൻ തിരിഞ്ഞിട്ട് വാഫാനോട് ചോദിക്കും, മഹർ അല്ലാ കപ്പട തിരയണ. ഉസ്താദ് രജിസ്റ്ററിൽ എഴുതാൻ ചോദിക്കും, മോനെ മഹർ എത്ര? ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വാപ്പാനോട് ചോദിക്കും, വാപ്പ മഹർ. ചിലപ്പോ വാപ്പ ഉപ്പാപ്പാനെ വിളിക്കുക, എത്ര? അത് ഒരു 1001 ഗുണമാണ്. ചിലതൊക്കെ പെണ്ണേട്ടാ, ചിലതൊക്കെ പടച്ചോനെ മഹർ ചോദിക്കുമ്പോ തിരയട. ഇവൻ കൊടുത്തിട്ട് കെട്ടേണ്ടത് ഇവൻ അറിയില്ല. ഇങ്ങനെ ചോദിച്ചത് അവസാനം വലിയ ഉസ്താദ് ഇങ്ങനെ അങ്ങോട്ട് കയ്യൊക്കെ പിടിച്ചിട്ട് ഉസപ്പിച്ചുക്ക അപ്പൊ ഇരുന്ന തപ്പ ഉസപ്പിച്ചുക്ക. ഉസ്താദ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയും സപ്പിച്ചു തുക്ക ഇവൻ തപ്പ വേറെന്താ പറയണേ? ഇതുപോലും പറയാനറിയാത്ത ചങ്ങായിമാര്. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ എല്ലാം കഴിഞ്ഞു കൈ ഇങ്ങനെ വെച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുക. അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക. അല്ലാഹുവേ ഇവനെ ഇവന്റെ ഭാര്യയ്ക്ക് നീ ഖൈറും ബറക്കത്തും ഐശ്വര്യമുള്ള ജീവിതം കൊടുക്കണേ എന്ന് പറയുമ്പോ പൊട്ടൻ കണ്ണാടിയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മടി കിടക്ക. ഒരു ആമീൻ പോലും പറയാൻ വയ്യ. എടാ ഇവന് നല്ല ജീവിതം ഉണ്ടാക്കണേ. ബാക്കി എല്ലാരും വന്ന് തിന്നിട്ട് പോകും. ബാക്കിയുള്ളവര് മുഴുവനും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും. ഇവന്റെ വാപ്പ പോലും ദുആ ചെയ്യത്തില്ല. നിങ്ങൾ പറ, സ്വന്തം കല്യാണ പയ്യന്റെ വാപ്പ പോലും. പടച്ചവൻ അങ്ങനെ വേറെ ചിന്തയില്ല. എല്ലാരെയും വിളിക്കാനും സ്വന്തം മോന്റെ നിക്കാഹിന്റെ സമയത്ത് ആ മനുഷ്യൻ പോലും നെഞ്ചു പൊട്ടിക്കിട്ട് റബ്ബേ ഇവന് നല്ല ജീവിതം കൊടുക്കണേ എന്ന് പറയാത്ത സമയമില്ല, ചിന്തയില്ല. പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യും, ഇവനൊന്ന് ആമീൻ പിടിക്കാൻ പോലും മടിയിൽ ഇങ്ങനെ ഇങ്ങനെ കടത്തിയിട്ടിരിക്കുക. ഒന്ന് തീർന്നിട്ടോ ഇങ്ങനെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഓടാൻ അവിടെ കാത്തു നിൽക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ തല്ലുമായിരിക്കും, തല്ലിയാലും കുഴപ്പമില്ല. മരിച്ച ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് ആഘോഷല്ലേ.
പടക്കത്തിന് തീ കൊടുക്കുന്നത് പോലെ പിന്നെ അങ്ങോട്ട് ചടങ്ങുകൾ. ആഡിറ്റോറിയത്തിൽ ആണുമില്ല പെണ്ണുമില്ല പ്രായമില്ല. ആര്യാരോട് ചോദിക്കും എന്താ മോളുടെ വിവാഹം? ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദ്, എന്റെ മക്കള്. വാപ്പ പറയാ ഞാൻ നാണമില്ലേ വാപ്പ, നട്ടല് വേണം. സ്വന്തം മക്കളുടെ നേരെ രൂപ നിർത്താൻ കഴിയില്ലെങ്കിൽ നീ എന്തിനാ പെണ്ണ് കെട്ടിയ ദ്വായും പറഞ്ഞോണ്ടിരുന്നാ പോലെ. വാപ്പമാര് പറയും ഞാൻ പറഞ്ഞ അനുസരിക്കൂല. പിന്നെ പറയും ഒന്നല്ലേ ഉള്ളൂ, എന്നാ പിന്നെ ഒലക്കൊക്കെ തല്ലാന്നല്ലേ, ഒന്നല്ലേ ഉള്ളൂ. ഏതവസ്ഥ? ഇങ്ങനെ എന്തെല്ലാം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പിന്നെ പടച്ചവനെ വിവാഹം കഴിഞ്ഞു പെണ്ണിനെയും പയ്യനെയും കൊണ്ടുവരുന്നത് ടിപ്പർ ലോറിക്കകത്ത് JCB-ക്കകത്തൊക്കെ ഇരുത്തിയിട്ടാ അല്ലേ? അല്ലാഹു അലം. ചെണ്ടമേളമൊക്കെ നടത്തുന്നു. അവസാനം പെണ്ണിനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടു. പാതിരാത്രി എത്തിക്കഴിയുമ്പോ 10 മണി കഴിയുമ്പോ പിന്നെ അവന്റെ കൂട്ടുകാര് വന്നിട്ട് പടക്കം പൊട്ടിക്കുന്ന രംഗം. എവിടെ എത്തി നിൽക്കുന്ന നമ്മുടെ സമുദായം? എവിടെ എത്തി നിൽക്കുന്ന സമുദായം? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ പറയാം, മോനെ, നിന്റെ വിവാഹത്തിന് ഇങ്ങനെ നടന്നാൽ വല്ലാഹി സത്യം നിനക്ക് നല്ല മക്കൾ ജനിക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് ജനിക്കൂല. ഈ സദസ്സിലിരിക്കുന്ന ഏത് വാപ്പയാകട്ടെ, വാപ്പാ നിന്റെ പൊന്നുമോന്റെ വിവാഹം, നിന്റെ പൊന്നുമോളുടെ വിവാഹം ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നടത്തിയ അല്ലാഹുവേ പടച്ചവനെ, നിന്റെ മക്കൾക്ക് നല്ല മക്കൾ ജനിക്കൂല. അവസാനം നിന്റെ കൊച്ചുമക്കളുടെ ജീവിതം കണ്ടിട്ട് കണ്ണീര് കുടിക്കേണ്ട ഗതി നിനക്ക് വരുമെന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? വിവാഹം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? ഒരു വിവാഹം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പൊന്നുമോള് അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുകയോ. അവസാനം വിവാഹം കഴിഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വിവാഹത്തിന്റെ പ്രഥമ രാത്രി സ്വപ്നം കാണുന്ന, മണിയറ സ്വപ്നം കാണുന്ന, ആദിരാത്രിയിൽ ഒരുപാട് സ്വപ്നം കാണുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് നിന്റെ ആദിരാത്രി എങ്ങനെയായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ച് മണിയറക്കകത്തേക്ക് കടന്നു വരികയാണ്. വീടിനകത്തേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി വീടിനകത്തേക്ക് കയറി കഴിയുമ്പോ അലിയാര് തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണയ്ക്കുകയാണ്. ഈ വീടിനകത്ത് കിടന്നു കഴിയുമ്പോൾ വിളക്കണയ്ക്കുകയാ. വിളക്കണയ്ക്കൽ സുന്നത്തോ? ആ മഹാനായ അലിയാര് നിങ്ങൾ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണച്ചു കളയുമ്പോ അല്പം സമയം കഴിയുമ്പോ ഒരു തേങ്ങി കരച്ചില കേൾക്കുകയോ. അലിയാര് നിങ്ങൾ കരയുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോ ആരായിരുന്നു കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ച ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? നിന്റെ വീടിന്റെ മുന്നിൽ മക്കയിലെ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാത്തു നിന്നിട്ടുണ്ട്. അലിയാര് തങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കൈയെടുത്ത് അലിയാര് തങ്ങളുടെ വാദത്തിൽ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, അലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. ഞാൻ എന്തിനാ കരഞ്ഞതെന്നറിയുമോ? ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാണല്ലോ, ഇന്ന് നമ്മുടെ ജീവിതം തുടങ്ങുന്ന രാത്രിയാണല്ലോ. പടച്ചറപ്പേ, വീടിന്റെ റൂമിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്കം അണച്ചു കളഞ്ഞപ്പോ ഈ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? അലിയേ, നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഒരു ദിവസം പിരിയുമല്ലോ. ഒരാള് ഭൂമിക്ക് മുകളിലും ഒരാള് ഭൂമിക്കടിയിലും 6 അടി മണ്ണിനകത്ത് ഒരാള് കിടക്കുന്ന ദിവസമുണ്ടല്ലോ. അലിയേ, എനിക്ക് പെട്ടെന്ന് കവറോർമ്മ വന്നലിയേ, എനിക്ക് പെട്ടെന്ന് കവറോർമ്മ വന്നലിയേ, അതിന്റെ അകത്തെ ഇരുളോർമ്മ വന്നലിയേ. ആ രാത്രി എന്റെ കൂടെ നിങ്ങൾ വരില്ലല്ലോ. 6 അടി മണ്ണിനകത്തടിയേ നിങ്ങൾ വരില്ലല്ലോ. എന്റെ വാപ്പ വരില്ലല്ലോ, എന്റെ മക്കള് വരില്ലല്ലോ. അതിനകത്ത് ഈ
കുറിച്ച് ഓർമ്മ വന്നെന്ന് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി ചിരിക്കുന്ന മുഖത്തോടെ മണിയറക്കകത്തേക്ക് കടന്നു വന്നോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞിട്ട് ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് അലിയേ ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്ക് 6 അടി മണ്ണിന്റെ ഒന്നാമത്തെ രാത്രിയാ മണിയറയാകേണ്ടത്. നമുക്ക് മണിയറയാകേണ്ടത് ഇവിടമല്ല, അൽ ഖബർ അവ്വല മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മണിയറയാക്കേണ്ടത് ഖബറാലിയേ. അതുകൊണ്ട് നമുക്ക് ആദിരാത്രി ആ ഖബറിന്റെ ഒന്നാമത്തെ രാത്രി പ്രകാശമുള്ളതാക്കാം. ഇന്ന് നമുക്കൊന്ന് നിസ്കരിച്ചുകൂടെ, നമുക്കൊന്ന് ഖുർആൻ ഓതിക്കൂടെ, നമുക്കൊന്ന് ദിക്റുകൾ പറഞ്ഞുകൂടെ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറക്കകത്തേക്ക് കടന്നു വന്നതിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ അടിയിൽ അദാബുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് അന്നത്തെ രാത്രി പടച്ചുറപ്പിനെ ഇബാദത്ത് ചെയ്യാൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രേരിപ്പിച്ച ഒരു ഭാര്യ. പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ, പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് തീരുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞത്, അള്ളാഹുവിനെ പേടിയുള്ളവളെ കെട്ടണമെന്ന് പറഞ്ഞത്. കണ്ടവളെ കെട്ടാൻ പാടില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അലിയാര് ഞങ്ങളോട് പറയുന്നു, അലിയേ എനിക്ക് പൊരുത്തം തരുമോ അലിയേ, എനിക്ക് പൊരുത്തം തരുമോ അലിയേ. അലിയാര് ഞങ്ങളോട് ഫാത്തിമ ബീബി പറയുന്നു, അലിയേ ഞാൻ മരിച്ച എന്നെ പകല് കബറടക്കല്ല്, എന്നെ പകല് കൊണ്ടുപോയി കബറടക്കാൻ പാടില്ല. പാതിരാത്രിയിലെ കബറടക്കാവോ. വിവാഹം കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ഓഡിറ്റോറിയത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്തെന്നറിയുമോ? അല്ലാഹുവേ പടച്ചവരെ, വിവാഹം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു രംഗമുണ്ട്. ഏതൊരു വാപ്പയ്ക്കും സഹിക്കാത്ത രംഗം. ഏത് രംഗമെന്നറിയുമോ? കല്യാണ പയ്യൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മകന് കൊടുത്തിട്ട് പടച്ചവപ്പേ വിവാഹം കഴിച്ചതെന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ പെണ്ണിനെ പിടിച്ചു കൂടെ നിർത്തിയിട്ട്, തന്റെ കൂട്ടുകാരെ പിടിച്ച് പെണ്ണിന്റെ സൈഡിൽ നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന യുവത്വേ. അല്ലാഹുവേ, സ്വന്തം ഭാര്യയെ കണ്ടവന്റെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന ചെറുപ്പക്കാരാ, അതിനു വേണ്ടി നിന്ന് കൊടുക്കുന്ന പെങ്ങള്, അലിയാര് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ പറയുന്നു, അലിയേ പകല് കബറടക്കല്ലേ, രാത്രിയിലെ കബറടക്കാവൂ. എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അലിയേ. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരു മനുഷ്യനും എന്റെ ശരീരത്തിന്റെ വടിവ് കാണാ പാടില്ല. എന്റെ രാത്രിയില് കബറടക്കാവൂ എന്ന് പറഞ്ഞ ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്, പൊന്നുമോളെ പഠിക്കാനുള്ള ചരിത്രമാ. അറിയാതെ ഞങ്ങളോട് പൊരുത്തം ചോദിക്കുകയാ. നല്ല വാപ്പയുടെ മക്കൾ ഇങ്ങനാ. വാപ്പ പോയതെങ്ങനാണ്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മരിക്കുന്ന സമയത്ത് ഭർത്താവിനോട് പൊരുത്തം ചോദിച്ച് ഭർത്താവിന്റെ മടിയിൽ കിടക്കുകയാ. ഈ മകളുടെ വാപ്പ പോയതെങ്ങനാ? 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല മടിത്തട്ടിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഭാര്യയുടെ മടിയിൽ കിടന്നു പോയി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്ന് പൊരുത്തം ചോദിക്കുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നല്ല മക്കൾ ജനിക്കണോ, നല്ല മക്കൾ പിറക്കണോ. ഒന്ന് നീതിയുള്ള പെണ്ണിനെ കെട്ടണേ. രണ്ട്, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് പൊതിഞ്ഞു കൊണ്ട് പോകുമ്പോ പോലും ഒരു മനുഷ്യൻ എന്റെ ശരീരം കാണാൻ പാടില്ല.
നമ്മളോ വിവാഹം കഴിച്ചിട്ട് ഭാര്യയെ പിടിച്ചിങ്ങോട്ട് നിർത്തും. ഓഡിറ്റോറിയത്തിലെ കണ്ടവന്മാര് മുസ്ലിമാണ് അമുസ്ലിമാണ് എല്ലാത്തിനെയും പിടിച്ചങ്ങോട്ട് കൂടെ നിർത്തിയിട്ട് സെൽഫി നിന്ന് കൊടുക്കും. വാപ്പ നോക്കിക്കൊണ്ടിരിക്കും. ഒരു നാണമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എവിടെയും സെൽഫി. ഇപ്പൊ ഹജ്ജിന് പോയപ്പോഴും സെൽഫി. ഹജ്ജിന് പോയപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ഈ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ശൈത്താനെ എറിയ എല്ലാരും ജംറയിലെ കല്ലെറിയുന്ന രംഗം. പ്രശ്നമല്ലാത്ത രംഗം. ജംറയിലെ കല്ലേറെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അറക്കാൻ കൊണ്ടുപോയപ്പോ 3 സ്ഥലത്ത് വന്നിട്ട് ശൈത്താൻ പറഞ്ഞു, അറക്കല്ലേ, സ്വപ്നമൊന്നും ചുമ്മാതാ, അത് ദുസ്വപ്നം, അറക്കില്ലേ എന്ന് പറഞ്ഞ 3 സ്ഥലം. അവിടെ 7 കല്ല് വെച്ചെറിഞ്ഞ് ഇബ്രാഹിം നബി ശൈത്താൻ എറിഞ്ഞു ഓടിച്ചു. അതിന്റെ സ്മരണയിൽ ഇന്നും കല്ലെറിയാറുണ്ട്. ഓരോന്ന് ഏറെന്ന് പറഞ്ഞാൽ പടച്ചനെ ഏറാ. ഞങ്ങളിങ്ങനെ പറഞ്ഞാ ചില ആൾക്കാർ ശൈത്താനെ ഇറങ്ങുമ്പോ ശൈത്താനെ എറിയുമ്പോ ശൈത്താൻ ചോദിക്കും, കളിയാ നമ്മൾ തമ്മിൽ അങ്ങനെ എറിയണമെന്ന്. അല്ല പറയാ, ശൈത്താനെ കല്ലെറിയുമ്പോ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്നെ എറിയുന്നോടാണ് വിളിക്കണം. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വൈറലായത് ഒരു മനുഷ്യൻ കല്ലെറിയുമ്പോഴും സെൽഫി എടുക്കുക. ശൈത്താനെ കല്ലെറിയുമ്പോ സ്വന്തം സെൽഫി എടുക്കുന്ന ഒരു ഫോട്ടോ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ശൈത്താനോടൊപ്പം ഒരു സെൽഫി എന്നായിരുന്നു അതിന്റെ കമന്റ് തന്നെ. ഇതാ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്ക്, അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹ് കഅബ കാണാൻ അവസരം തരണേ. എത്ര കൊല്ലം ദുആ ചെയ്യും, എത്ര കൊല്ലം ദുആ ചെയ്ത് അവിടെ എത്തി. ഇത്രയും കാലം നേരം നിന്ന് നിസ്കരിച്ച് അവിടെ പോയി നിന്നിട്ടാ കാണേണ്ടതെന്നറിയോ? പടച്ചനെ ഇത്രയും നാള് കഅബയുടെ മുന്നിൽ നിന്ന്. ഇപ്പൊ അങ്ങനല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഅബയുടെ നേരെ തിരിഞ്ഞിട്ട് സെൽഫിയാ. കഅബ പുറകില്. ചിലരാണെങ്കിൽ മൊബൈല് തന്നിട്ട് പറയും ഒരു ഫോട്ടോ എടുക്കാൻ, എന്നിട്ട് അഭിനയം ദുആ ചെയ്യാ ഇങ്ങനെ. എന്നിട്ട് എന്താ മനുഷ്യന്മാര്. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ അവിടെ എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അള്ളാഹു കഅബയുടെ മുന്നിലെത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നല്ല മക്കളെ ജനിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണം. 3 10:45 നിർത്താറായോപ്പോ? എന്തായാലും ഒരു പരുവത്തിൽ നിർത്തിയിട്ട് പോകാം. എന്തായാലും ഇങ്ങനെ നിർത്തി, കല്യാണം കഴിഞ്ഞില്ലേ, ഒന്ന് റൂമിൽ കയറ്റി വിട്ടിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. 3ാമത്തെ കാര്യത്തിന് വെള്ളം താപ്പം എന്തായാലും അടച്ച്. 3ാമത്തെ കാര്യം, വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മണിയറയിൽ കയറിയിട്ടാ ചർച്ച അങ്ങോട്ട് തുടങ്ങാം. ചെറുക്കൻ ചോദിക്കുക എത്ര മക്കള് വേണം? അല്ലാഹ് അവിടെ തുടങ്ങി ചർച്ച തുടങ്ങി. മണിയറയിൽ കയറിയിട്ട് ചർച്ച, എത്ര മക്കള് വേണം? അപ്പൊ 3, 2. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3. സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ 3. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന നല്ല മക്കളെ കിട്ടണമെങ്കിൽ 3ാമത്തെ കണ്ടീഷൻ, കയറിയിരുന്നിട്ട് ചുമ്മാതെ മക്കളെ കുറിച്ച് ചർച്ച ചെയ്താൽ പോരാ. ഒരുത്തനെ എഞ്ചിനീയർ ആക്കണം, ഒരുത്തനെ ഡോക്ടർ ആകണം, ഒരുത്തനെ മന്ത്രിയാക്കണം, ഇതൊന്നുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ബാബാപ്പ സക്കരിയ നബി അലൈഹിസ്സലാം വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി. എന്റെ പ്രിയമുള്ളവരെ, മക്കളില്ലാതെ കഷ്ടപ്പെടുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചവര് മറിയം ബീവി എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോള് അല്ലാഹുവേ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് അന്നങ്ങം കിട്ടാത്ത പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ സക്കരിയ നബി ചോദിച്ചു, ഖാലയാ മറിയം അന്നാ ലക്കി ഹാദാ? ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. സക്കരിയ നബി മറിയമിനോട് ചോദിച്ചു, മറിയമേ, ഈ പഴങ്ങളൊന്നും ഇവിടെ കിട്ടാത്ത പഴങ്ങളാണല്ലോ, ഇതെവിടെ നിന്നാണ് മറിയമേ? ഈ പഴങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് മഹാനായ സക്കരിയ നബി ചോദിച്ചപ്പോ 9 വയസ്സുള്ള മറിയം ബീവി പറഞ്ഞു കൊടുത്തു, ഹാദാ ഹുവ മിൻ ഇൻദില്ലാഹ്. എനിക്കെന്റെ റബ്ബാണ് തന്നതെന്ന് പറയുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. അവിടെ നിന്ന് ദുആ
ദുആ ചെയ്യുകയാ. പടച്ചവരെ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായിട്ട് മക്കളില്ലാത്തവര്, എന്റെ പ്രിയമുള്ളവരെ, മക്കളെ തരാൻ കഴിവുള്ളവൻ അള്ളയാണ്. 120ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് 99 വയസ്സാ. അല്ലാഹുവേ, സക്കരിയ നബി മടിച്ചില്ല. മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ ദർബാറിൽ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്തൊരു മകനെ വേടിയെടുത്തു. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാ, അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളയാ ചെറുപ്പക്കാരാ പേരിട്ടത് യഹ്യാ എന്ന് പേരിട്ടത് പടച്ചറപ്പ. ലോകത്തൊരു മനുഷ്യനും അങ്ങനെ ഒരു പേരില്ല. അല്ലാഹുവാണ് ആദ്യമായിട്ട് യഹ്യാ എന്ന് പേരിട്ടത്. യഹ്യാ നബിക്ക് 11 വയസ്സായി. ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കളെ എങ്ങനെയെന്നറിയുമോ? ദുആ ചെയ്തിട്ട് വാങ്ങുന്ന മക്കൾ എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, 11 വയസ്സുള്ള യഹ്യാ നബിയെ കാണുന്നില്ല. പ്രായമായ കാലത്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ. തന്റെ പൊന്നുമോനെ കാണുന്നില്ല. സക്കരിയ നബി പടച്ചവനെ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തു. അല്ലാഹ്, താങ്ങാൻ കഴിയുന്നില്ല അല്ലാഹ്. വയസ്സാകാലത്ത് കരഞ്ഞ് കരഞ്ഞ് ചോദിച്ചിട്ട് തന്നതാ അല്ലാഹ്. എന്റെ പൊന്നുമോനെ തിരിച്ചു വേണമല്ലോ. സക്കരിയ നബി പാതിരാത്രി ദുആ ചെയ്തിട്ട് പടച്ചവരെ മടങ്ങി വരുമ്പോ പള്ളിക്കാടിന്റെ ചാരത്തുകൂടെ, ഖബർസ്ഥാനിന്റെ ചാരത്തുകൂടെ സക്കരിയ നബി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. ആരോ കരയുന്ന ശബ്ദം കേൾക്കുകയാ. കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് സക്കരിയ നബി കടന്നു ചെല്ലുമ്പോ യഹ്യാ എന്ന് പറയുന്ന 11 വയസ്സുള്ള പൊന്നുമോൻ ഇടിഞ്ഞു കിടക്കുന്ന ഒരു കബറിനകത്തിരുന്ന് കരയുകയാ. 11 വയസ്സുള്ള പൊന്നുമോൻ പഴക്കം ചെന്ന ഒരു കബറിനകത്തിരുന്ന് പാതിരാത്രി പൊട്ടി കരയുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടെ ചോദിച്ചു, മോനെ യഹ്യാ, എന്തിനാ മോനെ കരയുന്നത്? ഈ പാതിരാത്രി എന്തിനാ മോനെ ഈ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, വാപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇതിനകത്താണല്ലോ വാപ്പാ. ദുആ ചെയ്തിട്ട് നേടുന്ന മക്കളിങ്ങനോ, ദുആ ചെയ്തിട്ട് നേടുന്ന മക്കളിങ്ങനെ. ഒരിക്കലും അവര് തലതിരിയൂല, ഒരിക്കലും അവര് മാതാപിതാക്കളെ തല്ലൂല, ഒരിക്കലും അവര് മാതാപിതാക്കളെ ചീത്ത വിളിക്കൂല, ഒരിക്കലും അവര് മാതാപിതാക്കളെ അടിച്ചിറക്കൂല, കണ്ടവന്റെ കൂടെ ഒളിച്ചോടില്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അതുകൊണ്ട് പൊന്നുപോലെ ദുആ ചെയ്യാൻ മറക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ദുആയാ, റസൂലുള്ളാഹ് പറഞ്ഞു തന്ന ദുആയാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ. അല്ലാഹുവോട് ദുആ ചെയ്യണേ, അല്ലാഹുവോട് ദുആ ചെയ്യണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുആ ചെയ്തിട്ട് നേടിയെടുത്തതാണ് യഹ്യാ നബി. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി പടച്ചവരെ വിവാഹം കഴിഞ്ഞ മക്കളില്ല. ഒരുപാട് കൊല്ലമായി മക്കളില്ല. ഒരു ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരു തള്ളപ്പക്ഷി തന്റെ വായിലെ ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാണ്. എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് പടച്ചവരെ ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ മഹാനായ മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. ദുആ ചെയ്യണേ പോലും, നല്ല മക്കളെ കിട്ടാൻ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നല്ല മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്തിട്ട് നേടിയെടുക്കുന്ന മക്കൾ നിന്നെ സ്വർഗ്ഗത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും കൊണ്ടെന്ന് നിർത്താം. അല്ലാഹുവേ, പടച്ചവൻ അങ്ങനെ മണിയറക്കകത്ത് കയറി രണ്ടുപേരും കൂടെ അവർ ജീവിക്കാൻ തുടങ്ങി.
ജീവിതത്തിലും വിഷയമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതം അത് വല്ലാത്തതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിനും ഒരുപാട് നിയമങ്ങളുണ്ട്. ഒരുപാട് നിയമങ്ങൾ. ഏറ്റവും കുറഞ്ഞത് 3 അദബുകളുണ്ട്, 3 മര്യാദകളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ഏറ്റവും കുറഞ്ഞത് 3 അദബ്. ഒന്ന്, നീ ബിസ്മി പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. ബിസ്മി പറഞ്ഞില്ലെങ്കിൽ എന്തേ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും അവന്റെ കൂടെ കയറി തിന്നുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ കൂടെ ഇരുന്ന് അവനും അവന്റെ മക്കളും നിന്റെ കൂടെ കൂടും, തിന്നും. ബിസ്മി പറയാതെ ശാരീരികമായി ബന്ധപ്പെട്ടാൽ നിനക്ക് സ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പേ ശൈത്താൻ സ്ഖലിക്കുമെന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ അദബ്, എന്റെ പ്രിയമുള്ളവരെ, ബിസ്മി പറഞ്ഞിട്ട് തുടങ്ങണം. 2, ഒരു ദുആ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പറയേണ്ട ഒരു ദുആ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ എല്ലാവർക്കും അറിയാം, ഞാൻ പറയണില്ല. ദുആ ചെയ്യാ. 3, നിന്റെ ഭാര്യ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ബന്ധപ്പെടുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഔറത്ത് കാണാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ പരസ്പരം ഔറത്ത് കാണല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാത്ത് പറ മനുഷ്യന്മാരെ. ഉസ്താദേ, എന്റെ വെണ്ണം പള്ളയല്ലേ, എനിക്ക് കണ്ടോടെ, എനിക്ക് കാണാനല്ലേ കിട്ടിയത്. വേണ്ട മോനെ, കാണാൻ പാടില്ല, ഹറാമാ. ചില സംഗതികൾ എന്റെ പ്രിയമുള്ളവരെ ഹറാമാണെന്നല്ല, ചില സാഹചര്യങ്ങൾ സ്വന്തം ഭാര്യയാണെങ്കിലും ഔറത്തുകൾ ഒരു തുണിയെങ്കിലും വിട്ട് മറക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഞാൻ അവിടെ പറയണില്ല, കാരണം അതിന് എന്നിട്ട് സംസാരിക്കേണ്ട സദസ്സല്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞു. പിന്നെ എല്ലാരും ചോദിക്കുന്ന ചോദ്യം എന്താ? കാണുന്നവർ മുഴുവനും ചോദിക്കുന്ന ചോദ്യം ഏതാ? പരമനുഷ്യന്മാരെ, എന്താ ചോദിക്കാ? ചോദിച്ചില്ലേ? വിശേഷമായില്ലേ അല്ലേ? ഏറ്റവും കൂടുതൽ ചോദ്യം വിശേഷമായില്ലേ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിവാഹം കഴിഞ്ഞു, കുറച്ചു ദിവസം കഴിഞ്ഞു. ഒരു ദിവസം കരുനാഗപ്പള്ളി ടൗണിൽ നിൽക്കുമ്പോ ഭാര്യയുടെ ഫോൺ വരുന്നു. ചാടിയെടുത്തു, ഇക്ക അത്യാവശ്യമായിട്ട് വീട് വരെ വരണം. എന്തിനാ പെണ്ണ? ഞാൻ ഇത്തിരി തിരക്കില, അത്യാവശ്യമാ. ഭാര്യയുടെ വിളി കേട്ടിട്ട് പെട്ടെന്ന് ബൈക്കെടുത്ത് പാഞ്ഞു വീട്ടിൽ വന്നു. വീട്ടിൽ ഇയാൾ വിചാരിച്ചെന്തോ വിഷയമുണ്ട്. ഓടി വീട്ടിൽ വന്നപ്പോ ഭാര്യ ചിരിക്കണ മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ നിൽപ്പുണ്ട്, നാണവും കുടുങ്ങി. ഭർത്താവ് വീട്ടിലേക്ക് വന്ന്, എന്താ പെണ്ണെ ഇവളും മിണ്ടണില്ല, ചിരിക്ക. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയണില്ല, എവിടെ നിന്ന് ചിരിച്ചോണ്ട് നിൽക്കുന്നു. ഉമ്മാനോട് ചോദിക്ക്. അവസാനം ഭർത്താവ് വീടിനകത്ത് പോയിട്ട്, എന്തേ ഉമ്മ എന്ന് ചോദിക്കുമ്പോ ഉമ്മ പറയുന്ന ഒരു മറുപടി ഉണ്ട്, മോനെ അവക്ക് വിശേഷമുണ്ടടാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോ എന്താ ചെയ്യേണ്ടത്? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാണിനോട് തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്തത്? ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിക്ക വിശേഷമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം മൊബൈൽ ഇങ്ങോട്ടെടുക്കും, വാട്സപ്പ് എടുത്തിട്ട്, അളിയ വൈകിട്ട് കാണണം, ചെലവുണ്ട്, ഇതോട്ട് കഴിച്ചു അല്ലേ? ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ പിന്നെ വാട്സപ്പിൽ മെസ്സേജ്, അൽഹംദുലില്ലാഹ് വൈകിട്ട് എല്ലാവർക്കും ചെലവുണ്ടെന്ന്. അള്ളാഹു ചെലവാക്കി തരും, അള്ളാഹു കാക്കുമാറാകട്ടെ. എങ്കിലും ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് എന്ത് ചെയ്യണമെന്നറിയും? ഭർത്താവ് എന്തേ ചെയ്യേണ്ടത്? ഖുർആൻ പറയുന്നു. നല്ല മക്കളെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുമോ? നല്ല മക്കളെ വേണമെന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടൂല. അത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് പഠിക്കാനാ പറയണ ഞാൻ. നല്ല മക്കളെ വെറുതെ കിട്ടൂല, കിട്ടിയാ രക്ഷപ്പെട്ടു. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോ എന്ത് ചെയ്യണം? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോൾ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മറിയം ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 2 പെണ്ണുങ്ങളുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. കണ്ടു പഠിക്കാനാ പറഞ്ഞത്. പെണ്ണുങ്ങളോട് റോൾ മോഡലാക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് 2 പെണ്ണുങ്ങളെയാ. 2 പേരും പ്രവാചകന്മാരുടെ ഭാര്യയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്ന. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കണ്ടുപിടിക്കട്. ഫിർഔനിന്റെ ഭാര്യയായ ആസിയ മരിക്കുന്ന സമയത്ത് പടച്ചുറപ്പിനോട് ബൈത്തുൻ ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് തരടേ എന്ന് ചോദിച്ചു പോയാ ഫിർഔൻ
ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, അല്ലാഹുവിന്റെ റസൂൽ നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആസിയ. ഈ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപിടിക്കട്. രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകാൻ പാടില്ല. രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങളാകാൻ പാടില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ഇവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഇത്ര പദവി കൊടുത്ത മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയുണ്ടല്ലോ, അതാ ഹന്നത്തു ബീവി ഗർഭിണിയായി. ഹന്നത്തു ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി. ആ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അതാ താൻ ഗർഭിണിയായെന്ന് തിരിച്ചറിയുന്ന സമയമുണ്ടല്ലോ, തന്റെ വയറ്റിലേക്ക് കൈവച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്തു, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് നിന്റെ പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്തിരിക്കുന്നു. പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്യുകയോ, പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്യുകയോ. അല്ലാഹുവേ, ചെറുപ്പക്കാരെ പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയോ, ഉസ്താദേ ആൺകുഞ്ഞാണെങ്കിൽ എനിക്ക് ഹാഫിളാക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണമെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. എന്റെ പൊന്നുമോനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാകുമ്പോ നീ പറയേണ്ടത് എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് നീ പറയേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലമ്മാ അസ്കർത ദഅവല്ലാഹു റബ്ബഹുമാ ലഇൻ അതൈതനാ സാലിഹാ വനകൂന മിനസ്സാകിരീൻ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായെന്നറിയുമ്പോ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ടവളെ, ഭർത്താവ് വിദേശത്തിലാണ്, നീ ഗർഭിണിയായെന്ന് നീ അറിയുന്ന സമയത്ത് വയറ്റിൽ കൈവച്ചിട്ട് പറയണമല്ലോ, റബ്ബേ സാലിഹാക്കി തരണേ അല്ലാ. എന്റെ പൊന്നുപോലെ നോക്കുന്നോ, എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നോ, എന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോകുമ്പോ നിസ്കരിക്കുന്നോ, എല്ലാരും കബറിന്റെ ചാരത്തന്നെ കുടിച്ചിട്ടിട്ട് പിരിഞ്ഞു പോകുമ്പോ എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണെന്ന് പറഞ്ഞ് കബറിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താന മക്കളെ അല്ലാ, അങ്ങനെ ആക്കി തന്ന, എന്റെ കുഞ്ഞിനെ സാലിഹാക്കി തന്ന, ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നവനാകുമല്ലോ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഗർഭിണിയാകുമ്പോ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് ഇതിനെ നല്ലവനാക്കി തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും ഗർഭിണിയായി ഇവിടെ നിർത്താം. ഇനി തുടർന്ന പിന്നെ പ്രസവത്തിലെ നിർത്താൻ പറ്റും. എന്ത് വേണം, നിർത്തിക്കൂടെ? പിരിഞ്ഞൂടെ? പരമേശ്വരന്മാരെ പിരിഞ്ഞൂടെ? അതെ, വയറ്റിൽ വെച്ചിട്ട് ഇറക്കണ്ട, വെളിയിലോട്ട് ഇറക്ക് അല്ലേ? എന്താ, കുറച്ചേരം കൂടി ഇരിക്കോ? ബാക്കി ഇത്തിരി കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. ഡിസംബറിൽ ആര് കല്യാണം? എപ്പോഴാ കല്യാണം? എപ്പോഴാ പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം? ഡിസംബറില്. ഞാൻ ചോദിക്കും, ചെറിയൊരു സദക്ക, വലുതൊന്നും എനിക്ക് വേണ്ട. വലുതൊക്കെ വേറെ ഉസ്താദന്മാര്, ഞാൻ എപ്പോഴും നിങ്ങളെ പോലെ താഴെ ഉള്ളവനാ. ഒരു ചെറുത് ഞാൻ ചോദിക്കും, ഇൻഷാ അല്ലാഹ് അപ്പം കൊടുക്കണം. അല്ലാഹു ബർക്കത്തിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ് പറ, കാശ് കൊടുക്കണ്ട പറ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയായി, റിസൾട്ട് വന്ന് ഭാര്യ ഗർഭിണിയായി. ഡോക്ടർ പറയുന്ന വാക്കെന്ത്? റെസ്റ്റ് എടുക്കണം, റെസ്റ്റ്. അപ്പോഴേ ഭർത്താവ് പറയും, തിന്നാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാ മതി, പിന്നെ കിടന്നു. ഒരു കിടപ്പ. ഭാര്യ പിന്നെ വീടിനകത്ത് പടച്ചവനെ ബെഡ്റൂമിൽ കടത്ത റെസ്റ്റാ, 24 മണിക്കൂറും റെസ്റ്റ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ,
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു 6ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, അർത്ഥവും പഠിച്ചു. എത്രാമത്തെ വയസ്സിൽ? 6ാമത്തെ വയസ്സിൽ. എങ്ങനെ കഴിഞ്ഞു? തന്റെ 6ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും പഠിച്ചു, കാണാതെയും പഠിച്ചു, അതിന്റെ അർത്ഥവും പഠിച്ചു. കാരണം ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാ ശാഫി റളിയല്ലാഹു തആല. ഒരിക്കൽ പോലും ഉദവില്ലാതെ തന്റെ മകന് പാല് കൊടുക്കാത്ത ഉമ്മ. അള്ളാഹു നമുക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുന്നു, നീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നിന്റെ മക്കളുടെ സ്വഭാവം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ മൊബൈലിലാണ് കളിച്ചതെങ്കിൽ വാട്സപ്പും ഫേസ്ബുക്കിലുമാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് എങ്കിൽ കുഞ്ഞിനെ എടുത്ത് 1 വയസ്സായതേ ഉള്ള തോളത്തിടുമ്പോ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പൊക്കിയിരിക്കും. ഇങ്ങനെ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ പൊക്കിയിരിക്കും നമ്മുടെ മക്കൾ. ഫോൺ ഉറപ്പായിട്ടും വാട്സപ്പും ഫേസ്ബുക്കുമായിട്ട് നമ്മുടെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവിടെയാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവിടെ ഇരുന്നു കൊണ്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യാൻ സമയം പോകുന്നില്ലല്ലോ. ചുമ്മാതെ ജോലിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുമ്പോ ഫോൺ എടുത്തു വെച്ച് കളിക്കുന്നവർ, ഫോൺ എടുത്തു വെച്ച് കളിക്കുക ഏറ്റവും കൂടുതൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മക്കളെല്ലാം കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലിഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. നിങ്ങൾ ആ ഭാര്യയും ഭർത്താവും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവ് സംസാരിക്കുമ്പോൾ പോലും സൂക്ഷിക്കണമെന്ന്. കാരണം വയറ്റിൽ കിടന്ന് എല്ലാം കേൾക്കുന്ന ഒരു സാധനം ഉണ്ട്. നിങ്ങൾ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കും, ഉസ്താദെ കുഞ്ഞിന് ഇതൊക്കെ കേൾക്കാവോന്ന്. ഞാൻ തെളിവ് പറഞ്ഞുതരാം. ഏതൊരു കുഞ്ഞ് കരയുമ്പോഴും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആട്ടാറുണ്ട്. ആട്ടുമ്പോ കുഞ്ഞ് ഉറങ്ങൂലേ? ഏത് കരയുന്ന കുഞ്ഞിനെയും കയ്യിൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടാന്നല്ല പറയാ. ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്, നിങ്ങൾ വായന്ത്രന്നിരിക്കണം. എന്താ വെച്ചാ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് താരാട്ട് ഇങ്ങനെ ആട്ടും. ഇങ്ങനെ ആട്ടുന്ന സമയത്ത് കുഞ്ഞിന്റെ കരച്ചില് മാറും, കുഞ്ഞുറങ്ങും. ഇതെവിടുന്ന് പഠിച്ചു? ഇങ്ങനെ ആക്കിയാൽ ഉറങ്ങുമെന്ന് കുഞ്ഞിന് അറിവ് എവിടെ നിന്ന് കിട്ടി മനുഷ്യന്മാരെ? എവിടെ നിന്ന് കിട്ടിയ അറിവാണെന്നറിയോ? ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗർഭിണിയോട് വയറ്റിൽ വെള്ളമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ വെള്ളത്തിന്റെ മുകളിൽ കിടന്ന് വെള്ളം ആടുന്നത് പോലെ ഈ കുഞ്ഞ് വയറ്റിനകത്തെ വെള്ളത്തിൽ കിടന്ന് ആടി പഠിച്ചത് കൊണ്ടാണ് നമ്മൾ കൈ കാട്ടുമ്പോ കുഞ്ഞുറങ്ങുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകിയിരിക്കുവാറ്. ഉമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ, ചരിഞ്ഞു കിടക്കുമ്പോ ഈ വയറ്റിൽ കിടന്ന് ആടി പഠിച്ചിട്ടുണ്ട് ഈ കുഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും കൈയാട്ടുമ്പോ കുഞ്ഞുറങ്ങണത്. ഈ അറിവ് അറിയണമെങ്കിൽ കുഞ്ഞിന് ബുദ്ധി വേണ്ടേ? ഇത് അറിവ് അറിയണമെങ്കിൽ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് അറിയുന്ന സമയത്ത് അള്ളാഹു കേൾവിയും കാണാനുള്ള കഴിവും കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നല്ലതുപോലെ സൂക്ഷിക്കുക. നീ മൊബൈലിൽ കളിച്ചാൽ നിന്റെ മോൾ ഓടിയിരിക്കും, ഉറപ്പാ. എന്റെ മോള്, ഞാൻ പറയാം, ചെറുപ്പക്കാരോട് പറയാം, മക്കളെ നല്ലപോലെ ഭാര്യയെ വളർത്തണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സൂക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ഗർഭിണിയായിരിക്കുന്ന സമയം. ആ സമയത്ത് സൂക്ഷിച്ചില്ല, നീ മൊബൈലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളും കുത്തി 18 വരെ കാത്തിരിക്കും, പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് മക്കളെന്നല്ല ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ഒളിച്ചോടൊക്കെ വല്ലാത്ത കൂടുതലാ. ഈ അടുത്തൊരുത്തി ഒളിച്ചോടി, അടുത്ത് തലശ്ശേരിയിൽ ഒരുത്തി പോയി. വാട്സപ്പിലൊക്കെ വാർത്ത വരുന്നുണ്ട്, തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന്. അങ്ങനൊന്നുമല്ല. തെണ്ടി തിരിയാന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. ഓൾക്കൊന്നും അള്ളാഹു നല്ല മരണം കൊടുക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഈ ചെറുപ്പക്കാരോട് പറയും, ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടുമ്പോ, മുസ്ലിം പെൺകുട്ടി ഒളിച്ചോടിപ്പോയി, ദയവ് ചെയ്ത് അള്ളാഹുവിനെ ഓർത്തിട്ട് മുസ്ലിം എന്ന് എഴുതരുത്. അവള് മുസ്ലിം അല്ല. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന, ഏതെങ്കിലും നമ്മള് പോട്ടടാ, നീ എന്തിനാ എഴുതാൻ നടക്കണേ? ഒരു പെണ്ണ് ഒളിച്ചോടി എന്ന് പറയുമ്പോ ഉടനെ വാട്സപ്പ് എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടി പോയി എഴുതരുത്, മുസ്ലിം എന്ന് എഴുതരുത്. കാരണം അവള് മുസ്ലിമല്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകിയിരിക്കുമാറാകട്ടെ. ഓളെ പിടിക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ ഒന്നിനും നിൽക്കല് മനുഷ്യന്മാരെ. ഞാൻ പറയും, പോയടാ. കൊല്ലം ജില്ലക്കാരെ ഛർദിച്ചതാരന്മാരും തിന്നത്തില്ല. ഛർദിച്ചതാരെങ്കിലും ആരും തിന്നൂല്ല. മക്കൾ ഒളിച്ചോടി പോയാ ഖുർആൻ പറഞ്ഞ ഒരു വാപ്പയുടെ ചരിത്രം പറയാം. മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ട രീതിയിൽ വളർത്തി നല്ല ഒരു നിലയിലാക്കി, എന്നിട്ട് തലതിരിഞ്ഞു പോയാൽ എന്ത് ചെയ്യണം അറിയാമോ?
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം ദഅവത്ത് നടത്തി. എന്നിട്ടും തന്റെ ഭാര്യയും മോനും നന്നായില്ല. അവസാനം അള്ളാഹു പറഞ്ഞു, വിശ്വസിച്ചവരെ മുഴുവനും കൊണ്ടിട്ട് രക്ഷപ്പെട്ടോ, അതാ പറയാൻ പോവാ. നൂഹ് നബി 73 പേരോ 72 പേരോ ആകെ വിശ്വസിച്ചത്. എല്ലാവരെയും കൊണ്ട് ബോട്ടിൽ കയറി കപ്പലിൽ കയറി ഇങ്ങനെ പോകുമ്പോ സ്വന്തം മോൻ വെള്ളത്തിൽ കിടന്നിട്ട് വലിച്ചുകൊണ്ട് നടക്കാം. എത്ര ദുഷ്ടനാണെങ്കിലും എത്ര ദ്രോഹം ചെയ്തവനാണെങ്കിലും മകനാണല്ലേ. നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യ ഇർകബു മഅന. എന്താ വിളിച്ചേ? റാഹിലാന്ന് ഒരു വാപ്പ കോടതിയുടെ മുന്നിൽ കിടന്ന് വിളിച്ചൊരു വിളിയുണ്ടല്ലോ, ആ വിളി ആദ്യം വിളിച്ചതാരാ? നൂഹ് നബി. യാ ബുനയ്യ ഇർകബു മഅന, മോനെ പൊന്നു മോനെ കേറടാ, മോനെ ചത്തുപോകോടാ, രക്ഷപ്പെടൂല്ലടാ. വാപ്പയാ വിളിക്കണത്, കേറടാ. യാ ബുനയ്യ, കേറിയില്ല. അവസാനം തന്റെ പൊന്നുമോന് ചത്തു മലർന്നു കിടന്നപ്പോ വാപ്പ കരഞ്ഞു അത്രേ. നൂഹ് നബി സഹിച്ചില്ല, മോനല്ലേ വാപ്പയല്ലേ, കരഞ്ഞു. ആ കരഞ്ഞ സമയത്ത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞ മറുപടിയാണ്, മക്കൾ ഒളിച്ചോടുമ്പോ കരയുന്ന വാപ്പയോട് എനിക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലൈസ മിൻ അഹ്ലി, കരയില്ലേ നബിയെ, അവൻ നിങ്ങളുടെ കുടുംബത്തിൽ പറന്നവനല്ല. പറഞ്ഞ മറുപടി. ആ വാപ്പ ചത്തു കിടക്കുന്ന മകനെ കാണിച്ചിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തത്, കരയല്ലേ നബിയെ, ഇവങ്ങളുടെ കുടുംബത്തിൽ പറന്നതല്ല, രക്തത്തിൽ പറന്നേ ഉള്ളു വാപ്പ, നിങ്ങൾ ഈ പെട്ടതല്ല. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഏത് മക്കള് നല്ല രീതിയിൽ വളർത്തിയിട്ട് തലതിരിഞ്ഞു പോകുന്ന, വളർത്താത്ത നിനക്ക് ഇതിന് യോഗ്യതയില്ല. മക്കളെ നല്ല രീതിയിൽ വളർത്തിയിട്ട് പോകുന്നതിന്റെ അവസാനം എങ്ങനെയാണെന്ന് നമുക്കറിയാം. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കുക. അങ്ങനെ പ്രസവം കഴിഞ്ഞു, ഒരു പെണ്ണ് പ്രസവിച്ചു, ഞാൻ വിശദീകരിക്കുന്നില്ല, എവിടെയെങ്കിലും ഒന്ന് നിർത്താം, പേരിട്ടിട്ട് പിരിയാം. എന്റെ പ്രിയമുള്ളവരെ, ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞു. വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ കാമത്ത് കൊടുത്തു, ഒരു ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതി, അടുത്ത ചെവിയിൽ സൂറത്തു ഇന്നാ അൻസൽനാ ഓതി, സൂറത്തുൽ ആൽ ഇംറാനിന്റെ 32ാമത്തെ ആയത്ത് ഓതി. ഇതെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് പേരിടണം. ഭാര്യയും ഭർത്താവും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ചർച്ച തുടങ്ങും, പേര് ഏതിടണം. ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് മസ്അല ചോദിക്കുമ്പോഴില്ല. എപ്പോഴാണെന്നറിയോ? എല്ലാ ഉസ്താദന്മാരും മുട്ടുകുത്തുന്നത് ഒരു വിഷയത്തിലാ, പേരിന്റെ അർത്ഥം ചോദിക്കുമ്പോ പെട്ടുപോകും. കാരണം ഒരു കിതാബിലും കാണില്ല അങ്ങനത്തെ അർത്ഥമാണ്. ഓരോ പേരുകൾ, വല്ലാത്ത പേരുകൾ. ഭാര്യയുടെയും ഭർത്താവിന്റെ ആദ്യ അക്ഷരം വേണം, അതിനുവേണ്ടി എല്ലാരും കഷ്ടപ്പെടുന്ന നല്ല പേര്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ് എന്ന നബിയിന റസൂലുള്ളാഹി. ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ അബ്ദുല്ലാഹ് എന്ന പേരുള്ള ആരെങ്കിലും? ഇന്ന് കൈവക്ക് മനുഷ്യന്മാരെ കാണാനുള്ള കൊതിയുണ്ട്, ആരുമില്ല. ഒരു കാക്കാവുണ്ട്, രക്ഷപ്പെട്ട്. അബ്ദുർ റഹ്മാൻ, മോനുണ്ട്, രക്ഷപ്പെട്ട്. അബ്ദുർ റഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ് അബ്ദുർ റഹ്മാൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കൾക്ക് പേരിടുമ്പോ നല്ല പേരിടണം. മക്കൾക്ക് പേരിടുമ്പോ നല്ല പേരിടണം. കാരണം നിന്റെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള നിങ്ങളുടെ പേരാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക് എന്ന് സിറാജുദ്ദീൻ എന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കേട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേരിടണം. സാനി, വ്യഭിചാരി, വ്യഭിചാരി, വ്യഭിചാരി എന്ന് വിളിച്ചാൽ അങ്ങനെ ഇരിക്കും. ഇങ്ങനെ എടുത്തൊരു പെണ്ണ് പറഞ്ഞതുപോലെ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ മോളുടെ പേര് വെറൈറ്റിയാണ്. എന്തേ? ഫാത്തിമ നിഫാസ്. നല്ല പേര് അല്ലേ? ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മോളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തം. ഞാൻ പറഞ്ഞു അടുത്ത ഒരെണ്ണം ഉണ്ടാകുമ്പോ ഫാത്തിമ ഹൈലെന്നും കൂടിയിടും, അപ്പൊ പിന്നെ 2 റെഡിയാവില്ല. അപ്പൊ മനുഷ്യന്മാരെ, മക്കൾക്ക് നല്ല പേരിട്. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് നല്ല പേരിടണം. പിന്നെ മക്കൾക്ക് തൊട്ടു കൊടുക്കണം. ഇവിടെ മനസ്സിലാക്കണം. ഇങ്ങോട്ട് നോക്ക്, ഇതൊരു കാര്യം കൂടെ നോക്ക്. മക്കൾക്ക് തൊട്ടു കൊടുക്കണം. ആര് തൊട്ടു കൊടുക്കണം? ആര് തൊട്ടു കൊടുക്കുന്നതിന് അർത്ഥമുണ്ടോ എന്ന് ചോദിക്കും. അർത്ഥമില്ലേ? ചില വൃത്തികേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടു കൊടുത്തതെന്ന് ചോദിക്കില്ല നമ്മള്. അർത്ഥമില്ലെങ്കിൽ ചോദിക്കോ. എന്റെ പ്രിയമുള്ളവർ, അതിപ്പോ വാശിയാ ചിലർക്ക്. എന്റെ ഉപ്പാപ്പ തൊട്ടു കൊടുത്താൽ മതി. മുറുക്കാനും മുറുക്കി കട്ടൻ വീടി വലിച്ചിരിക്കണ മനുഷ്യനെ കൊണ്ടാ തൊട്ടുപീടി കൊടുക്കണം കുഞ്ഞിന്. ആ വായിക്കാത്തിട്ട് ആ ചവച്ചരച്ചിട്ട് അല്ലാഹ് പെണ്ണിൽ ചിന്തിക്ക്. എന്റെ പ്രിയമുള്ളവരെ, നല്ല ആൾക്കാരെ കൊണ്ട് വേണം തൊട്ടുകൊടുക്കാൻ. കാരണം ആ തൊട്ടുകൊടുക്കുന്ന മനുഷ്യന്റെ ഒരു ജീവിതത്തിന് അല്പ കുഞ്ഞിനുണ്ടാവുന്ന അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സഹാബത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല പറയുന്നു, എന്റെ സഹോദരൻ ജനിച്ചപ്പോൾ കൊണ്ടുപോടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകനാ പേരിട്ടത്. അള്ളാഹുവിന്റെ റസൂല് എന്നോട് ചോദിച്ചു, കാരക്കയുണ്ടോ വാങ്ങി വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് റസൂലുള്ള തൊട്ടുകൊടുത്തു. നല്ലവരെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ആൾക്കാരെ കൊണ്ട്, ഉസ്താദന്മാരെ കൊണ്ടൊക്കെ തൊട്ടുകൊടുപ്പിക്കണം. ഏറ്റവും കുറഞ്ഞത് 5 നേരം നിസ്കാരമുള്ളവരെ കൊണ്ട് വേണം തൊട്ടുകൊടുക്കാൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾക്ക് പേരിടേണ്ടത് എവിടെ വെച്ചാ? കേട്ട് നോക്കും മനുഷ്യന്മാരെ, മക്കൾക്ക് പേരിടേണ്ടത് എവിടെ വെച്ചാ? പറ, എവിടെ വെച്ചാ പേരിടേണ്ടത്? പള്ളിയിൽ വെച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാത്ത് പറയൂല, നബി മുഹമ്മദ് മുസ്തഫ. തെളിവേണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന് പേരിട്ടത്. അള്ളാഹുവെ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് 7 പ്രാവശ്യം നടന്നിട്ട് കഅബയുടെ മുന്നിൽ വെച്ച പേരിട്ടത്. ചരിത്രം നോക്കിക്കോ, ഓരോരുത്തരും നിഷേധിക്കാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് പഠിക്കേണ്ടത് പള്ളി കൊണ്ടുവേണം പേരിടാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം ഞാൻ പറഞ്ഞു, എല്ലാവരും കേട്ടു. ഇനി പറയുന്ന ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇത്രയും നേരം പറഞ്ഞു പെണ്ണുങ്ങൾ. എനിക്ക് എന്റെ പ്രിയമുള്ള ബാപ്പമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വാപ്പയോട് ഉമ്മയോട്, ഒരു കുഞ്ഞ് നിന്റെ വീട്ടിൽ ജനിച്ചു, അല്ലാഹുവേ ആ മക്കൾ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞവര് വളരുകയാണ്. 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി. ആ സമയത്ത് മാതാപിതാക്കൾക്ക് പഠിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ എപ്പോഴും ദുആ ചെയ്യുമല്ലോ. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് റബ്ബിനോട് എത്രയോ കാലമായി ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു നല്ല പെണ്ണിനെ തരട്, എനിക്കൊരു നല്ല ഭർത്താവിനെ തരട്. റബ്ബിനോട് ദുആ ചെയ്ത് റബ്ബ് നിനക്കൊരു പെണ്ണിനെ തന്നു. പിന്നെ നീ പറഞ്ഞു, എനിക്ക് നല്ല മക്കളെ തരണേ അല്ലാഹ്, സാലിഹായ മക്കളെ തരണേ എന്ന് നീ ദുആ ചെയ്തു. അല്ലാഹു നിനക്ക് നല്ല മക്കളെയും നൽകി. മൂന്നാമതായിട്ട് നീ ചോദിച്ചത് മുഴുവനും അല്ലാഹു നിനക്ക് തന്നു കഴിയുമ്പോ 3 അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവേ ലിൽ മുത്തഖീന ഇമാമാ. ഓരോ വാപ്പയോടും ഓരോ ഉമ്മയോട് അല്ലാഹുവേ ഖുർആൻ പറയുകയോ, വാപ്പ മക്കൾക്ക് മാതൃകയാകുന്നവര് വാപ്പയാകണേ. മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പ, മക്കൾക്ക് മാതൃകയാകുന്ന ഉമ്മ, മക്കൾക്ക് മാതൃകയാകുന്ന മാതാപിതാക്കളാകണം. പടച്ചവരെ, 5 നേരം നിസ്കരിക്കുന്നവളാണെങ്കിൽ, 5 നേരം നിസ്കരിക്കുന്ന വാപ്പയും ഉമ്മയുമാണെങ്കിൽ, 2 വയസ്സുള്ള 3 വയസ്സുള്ള നിന്റെ കുഞ്ഞിനോട് പറയണ്ട. നീ നമസ്കരിക്കാൻ പല മുസല്ലയിലേക്ക് കയറി നിൽക്കുമ്പോ 2 വയസ്സുള്ള 2.5 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞ് വന്നിട്ട് നിന്റെ കാലും മുന്നേ സുജൂദിൽ വീഴുകയാ. റബ്ബേ, നീ ഖുർആൻ ഓതുന്നത് കണ്ടു വളർന്ന കുഞ്ഞാണെങ്കിൽ അവര് പുസ്തകമെടുത്ത് വെച്ചിട്ട് ഖുർആൻ ഓതുന്നത് പോലെ ഓതുകയോ, തസ്ബീഹ് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് ദിക്ർ പറയുകയോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ വളർത്തേണ്ടത് അങ്ങനെയാണ്. അവരുടെ ചെറു ഹൃദയമുണ്ടല്ലോ, അതിനകത്ത് അവരെ കഥ നമ്മൾ പറയുമല്ലോ. ചെറുതിലെ ശീലമങ്ങ് ചുടല വരെയുണ്ടാകുമെന്ന് നമ്മുടെ മക്കളെല്ലാം കണ്ടുപഠിക്കുകയോ. അതുകൊണ്ട് 3-മതായി ഖുർആൻ പറയുകയോ, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്നവര് വാപ്പയും ഉമ്മയുമായി നീ മാറണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പ നീ നന്നായി കാണിച്ചു കൊടുക്കണേ എന്ന് നബിയിന റസൂലുള്ളാഹി. നിന്റെ മക്കള് കണ്ടുപഠിക്കേണ്ടത് നാട്ടുകാരെയല്ല, എന്റെ വാപ്പാരെ കണ്ടുപഠിക്കണം. 5 നേരം നിസ്കരിക്കും, അള്ളാനെ പേടിച്ച് ജീവിക്കും. നമ്മുടെ മക്കൾ അങ്ങനെ. ഇപ്പൊ എന്റെ വീട്ടിൽ 3 വയസ്സുള്ള ഒരെണ്ണം ഉണ്ട്. പടച്ചവനെ ഞാൻ കൊണ്ട് നേഴ്സറി കൊണ്ടുവിട്ടു. പടച്ചവനെ കുറച്ചാൾ മുമ്പ് ഒരു ദിവസം വ്യാഴാഴ്ച ലീവ് കിട്ടിയപ്പോ എല്ലാരും കൂടെ വീട്ടിൽ ഇരുന്ന് ഞാനും ഭാര്യയൊക്കെ ഇതിന്റെ ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പിടിക്കാൻ പറഞ്ഞപ്പോ എന്റെ മോൻ ഇങ്ങനെ പിടിക്കും. 3 വയസ്സുള്ളവൻ ഇങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനല്ല, ഇങ്ങനെ അല്ല വാപ്പ, ഇങ്ങനെ. ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായമായി. അപ്പൊ ഇങ്ങനെ പിടിക്കുന്നില്ല, ഇങ്ങനെ എവിടെ എന്താ ചോദിച്ചോ പറഞ്ഞു, നേഴ്സറി എല്ലാരും ഇങ്ങനെ പഠിക്കണേ. ഇങ്ങനെ നേഴ്സറിയിൽ എല്ലാരും ഇങ്ങനെ പഠിക്കണേ. ഓനെ ഇപ്പൊ നേഴ്സറി വിടുന്നില്ല, അല്ലാഹു കാക്കുമാറാകട്ടെ. നേഴ്സറിയിൽ ഇങ്ങനെ എല്ലാരും പിടിക്കണേ. നമ്മുടെ മക്കൾ ഇത് കണ്ടാ വളരുന്നേ. പടച്ചവന് ഉമ്മ പാല് കൊടുക്കുന്നത് ഫോണും ചെവി വെച്ചുകൊണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാ കൊടുക്കണത്. കുഞ്ഞിങ്ങനെ നോക്കിയിട്ടാ പഠിക്കണം. അള്ളാ, ഉമ്മ മലക്കിനോട് സംസാരിക്കാ, പടച്ചവനെ എനിക്ക് തുടങ്ങണം, കണ്ടാ പഠിക്കണം അല്ലേ.
കാമുകന്റെ കൂടെ പോകുമ്പോഴും കുഞ്ഞിനെ കൈ പിടിച്ചിട്ട് ഉമ്മച്ചി പോകുന്നത്. ഈ അടുത്തൊരുത്തി പോയത് ഉസ്താദിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയി. എന്തായാലും പള്ളി കൊണ്ട് മദ്രസയിൽ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് ഒരുത്തി പോയത്. അല്ലാഹു കാക്കമാറാകട്ടെ. ഇതാണ് അവസ്ഥ. നമ്മുടെ മക്കള് വളർന്നു വരുന്നത് ഇങ്ങനെ. എന്റെ പ്രിയമുള്ളവര്, നമ്മൾ വിചാരിക്കും കുഞ്ഞല്ലേ, ഒന്നും അറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞല്ലേ. ആരാ പറഞ്ഞ നീയാ കുഞ്ഞ്? നമ്മുടെ മക്കളെല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ വാപ്പയുടെയും ഉമ്മയുടെയും റൂമിൽ കിടക്കുമ്പോ അനുവാദം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം മക്കള് വാപ്പാനെ കാണാൻ പോവാ, ഉമ്മാനെ കാണാൻ പോവാ, 3 സമയത്ത് അനുവാദം ചോദിച്ചിട്ട് കിടക്കാൻ പാടുള്ളൂ. എപ്പോഴും? ഒന്ന് സുബഹിക്ക് മുമ്പ്, ളുഹറിന്റെ സമയം, ഉച്ച സമയം, സൂര്യൻ മധ്യത്ത് നിൽക്കുന്ന സമയം, രാത്രി ഇശായിക്ക് ശേഷം. ഈ 3 സമയം ചാടിക്കേറി പോകല്ലേ, അനുവാദം ചോദിച്ചിട്ടേ പോകാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം ഈ 3 സമയം മാതാപിതാക്കളുടെ ഔറത്ത് തുറന്നു കിടക്കുകയായിരിക്കും. രാവിലെ സുബഹിക്ക് മുമ്പുള്ള സമയം ഔറത്ത് തുറന്നു കിടക്കുക, ഉച്ചയ്ക്ക് വസ്ത്രം അഴിച്ചു കെട്ടിട്ട് കിടക്കുന്ന സമയം രാത്രി. ഈ സമയത്ത് മാതാപിതാക്കളുടെ റൂമിലേക്ക് പ്രായപൂർത്തിയാകാത്ത മക്കള് ചാടിക്കേറി പോയാ മാതാപിതാക്കളുടെ ഔറത്ത് അവര് കാണും, അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് കാണല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായപൂർത്തിയാകാത്ത മക്കള് സ്വന്തം വാപ്പാന്റെ ഉമ്മാന്റെ ഔറത്ത് പോലും കാണാൻ പാടില്ല. ഇങ്ങനെ ഇന്ന് പോയി നോക്കിക്കേ, 18 വയസ്സുള്ള മോള്, 15 വയസ്സുള്ള മോൻ, 28 വയസ്സുള്ള വാപ്പ, 25 വയസ്സുള്ള ഉമ്മ, എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാ ഇംഗ്ലീഷ് പടം കാണുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? ഇങ്ങനെ പ്രായപൂർത്തിയായ മക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ഇംഗ്ലീഷ് പടം കാണുന്ന വാപ്പമാര്. ഈ മക്കളല്ലേ അല്ലാഹു വേല നന്നായില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. ഇവരൊക്കെ തലതിരിഞ്ഞില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്നുണ്ട്, അവരുടെ ചെറുഹൃദയത്തിലേക്ക് അല്ലാഹുവേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഒരേ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് വാഴ്ന്നു നിർത്തുകയാ. അല്ലാഹുവേ, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമക്കളാണുള്ളത്. അല്ലാഹുവേ, ജാബിർ നിങ്ങൾ എന്തെന്റെ പ്രിയപ്പെട്ട ഭാര്യയും വല്ലാത്ത സന്തോഷത്തിലാ. ഒരു ദിവസം അവരുടെ വീടിനകത്ത് വല്ലാത്ത സന്തോഷമാ. അവര് കിടന്ന് തുള്ളിച്ചാടുകയാണ്. ഏത് ദിവസമെന്നറിയുമോ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകനും 2 കൂട്ടുകാരും വീട്ടിലേക്ക് വിരുന്നിന് വരികയാ. അല്ലാഹുവിന്റെ റസൂലും 2 കൂട്ടുകാരും വീട്ടിലേക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നു. വല്ലാത്ത സന്തോഷമാ. ജാബിർ തങ്ങൾ ഓടി ചെന്നിട്ട് ഒരാടിനെ പിടിച്ചറുക്കുകയാണ്. ഒരാടിനെ പിടിച്ചറുത്തു. എന്നിട്ട് റെഡിയാക്കുകയാ. ഇറച്ചിക്കറി വെക്കാൻ അല്ലാഹുവിന്റെ റസൂലിനും സഹാബത്തിനും കൊടുക്കാറ് ഇറച്ചിക്കറി തയ്യാറാക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ ചപ്പാത്തി റെഡിയാക്കുകയാ. 2 പേരും അല്ലാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ഭാര്യയും ഭർത്താവും അടുക്കളയ്ക്കകത്ത് കിടന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അല്ലാഹുവേ, 2 കുഞ്ഞുങ്ങളെ വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുകയാ. രണ്ടാമക്കളുണ്ടല്ലോ, ജ്യേഷ്ഠനും അനുജനും കൂടെ വീടിന്റെ വെളിയിൽ കിടന്ന് കളിക്കുകയാണ്. 2 പേരും ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കുടുംബം വല്ലാത്ത സന്തോഷത്തിലാ. ആ സമയത്ത് ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, മോനെ, വാപ്പാടിനെ അറുത്തത് എങ്ങനെയാണെന്ന് നീ കണ്ടോ? ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, വാപ്പാടിനെ അറുത്തത് എങ്ങനെയാണെന്ന് കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ലയിക്കാ, ആടിനറുക്കുന്നത് ഞാൻ കണ്ടില്ല. ജ്യേഷ്ഠൻ ചോദിച്ചു, മോനെ കാണണോ? വാപ്പാടിനറുത്തത് എങ്ങനെയാണെന്ന് നിനക്ക് കാണണോ? അനുജൻ പറഞ്ഞു, കാണാൻ ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജാബിർ തങ്ങളുടെ മൂത്ത മകനുണ്ടല്ലോ, അല്ലാഹുവേ, വാപ്പാടിനറുത്തിട്ട് വെച്ച കത്തി എടുത്തുകൊണ്ട് വരികയാ. ഒരു കയറെടുത്തു. എന്നിട്ട് വാപ്പാടിനറുത്ത കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് തന്റെ പൊന്നാര അനുജന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടുകയാണ്. എന്നിട്ട് വാപ്പാടിനെ പിടിച്ച് കിടത്തിയതുപോലെ തന്റെ അനുജനെ പിടിച്ചങ്ങോട്ട് കിടത്തുകയാ. എന്നിട്ട് വാപ്പാടിന്റെ കഴുത്തിലേക്ക് വെച്ചറുത്ത കത്തിയുണ്ടല്ലോ, തന്റെ പൊന്നാര അനുജന്റെ കഴുത്തിലേക്ക് വെച്ചിട്ടങ്ങ് അറുക്കുകയാണ്. തന്റെ പൊന്നാര
രക്തം എങ്ങനെ ഒലിക്കുകയാ. ആ പൊന്നുമോനെ കൈകാലുകൾ ഇട്ടടിക്കുകയാണ്. അവന്റെ കഴുത്ത് മുറിഞ്ഞിട്ടവനെ മരണപ്രാണത്തിൽ കിടന്ന് പിടയുകയാ. അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ കയ്യിലിരുന്ന് കത്തികെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ആ പൊന്നുപോലെ പേടിച്ചങ്ങ് ഓടുകയാണ്. ാകുവിന്റെ രണ്ടാമത്തെ മകനുണ്ടല്ലോ, അവിടെ കിടന്ന് പിടഞ്ഞ് മരിക്കുകയാ. ഈ കാഴ്ച കണ്ടോട് ഓടുകയാണ്. ഈ രണ്ടാമത്തെ മകന് ഒന്നാമത്തെ മകനതാ ഓടുകയാ. ഓടി ഉയരമുള്ള ഒരു സ്ഥലത്തേക്ക് കയറുമ്പോ പേടിച്ചോടുന്ന പൊന്നുപോലെ കാല് തെറ്റിയിട്ട് ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് വീഴുകയാ. അവന്റെ തലവൊന്ന് കല്ലിലടിച്ചിട്ട് തല പൊട്ടിയിട്ട് രക്തമൊലിക്കുകയാ. ആ പൊന്നുമോനും അവിടെ കിടന്ന് മരണപ്പെടുകയാ. ഭാര്യയും ഭർത്താവും വീടിനകത്ത് ചപ്പാത്തിയും ഇറച്ചിക്കറിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോ മക്കൾ രണ്ടുപേരും വെളിയിൽ മരിച്ചു കിടക്കുകയാണ്. അവസാനം എണ്ണ തീർന്നു. ദൈവാകുന്നതിന് വേണ്ടി ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ തന്റെ രണ്ടാമത്തെ പൊന്നുപോ രക്തത്തിൽ കുടിച്ച് കിടക്കുകയാണ്. തലമുറിഞ്ഞിട്ട് മരിച്ചു കിടക്കുന്ന കാഴ്ച കാണുമ്പോ ഏതുമ്മയ്ക്കാ സഹിക്കാൻ കഴിയാ. ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ പൊന്നുമോന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. ശബ്ദം വെളിയിലേക്ക് വരുന്നില്ല. 9.5 മാസക്കാലം ചുമന്നുകൊണ്ട് നടന്ന തന്റെ പൊന്നുമോന്റെ കഴുത്തറ്റ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ആ പെണ്ണതാ പൊന്നുമോന്റെ മയ്യത്തിന്റെ അടുക്കലിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, ഇത് പടച്ചവന്റെ പരീക്ഷണമാണല്ലോ. ഇത് അല്ലാഹു എനിക്ക് തരുന്ന പരീക്ഷണമാ. അല്ലാഹുവിന്റെ റസൂലും കൂട്ടുകാരും എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ മകന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയാരോ ഇതെന്റെ ഭർത്താവ് അറിയാ പാടില്ല. പടച്ചവര് ജാബിർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ പൊന്നാന മകന്റെ വാരിയെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിക്കിടത്തുകയാ. എന്നിട്ടതാ തുണിയെടുത്ത് മറച്ചിട്ടു മുന്നോട്ട് നടന്നു ചെല്ലുമ്പോ രണ്ടാമത്തെ പൊന്നുപോലെ തലപൊട്ടിയിട്ട് രക്തത്തിൽ കുളിച്ച് കിടക്കുകയാ. ആ പൊന്നുപോന്റെയും മയ്യത്തെടുത്ത് കൊണ്ടുവന്ന് അനുജന്റെ കൂടെ കിടത്തി മറച്ചിട്ടിട്ട് കണ്ണീര് തുടച്ചിട്ട് വീടിനകത്തേക്ക് കടന്നു ചെല്ലുകയാ. ജാബിർ തങ്ങളോട് പറഞ്ഞില്ല. മക്കള് മരിച്ച വാർത്ത ഭർത്താവിനോട് പറഞ്ഞില്ല. കാരണം ആ മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, രണ്ടുപേരും കൂടെ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോ അതാ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നടന്നു വരികയാണ്. പ്രവാചകൻ ഇങ്ങനെ നടന്നു വരികയാ. ആ അവസരത്ത് റൂഹുൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജാബിറിന് 2 ആമക്കളുണ്ട് നബിയേ. ജാബിറിന് 2 ആമക്കളുണ്ട് നബിയേ. അങ്ങ് ഭക്ഷണം കഴിക്കുമ്പോ അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാ പാടുള്ളൂ. ഒറ്റയ്ക്ക് കഴിക്കല്ലേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വന്നു. ജാബിർ തങ്ങൾ സ്വീകരിക്കുകയാ. അവസാനം വീടിനകത്ത് കയറി വന്നു. ഭക്ഷണം എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഭക്ഷണം എടുത്തു വെച്ചു. പ്രവാചകന് ചോദിച്ചു, ജാബിറേ, 2 ആമക്കളുണ്ടല്ലോ, അവരെ കൂടെ വിളിക്കു ജാബിറേ. ജാബിർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, പെണ്ണ്, നമ്മുടെ മക്കളെ വിളിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാ. ആ പെണ്ണ് പറഞ്ഞില്ല, റസൂലുള്ളാഹിനോട് ഭക്ഷണം കഴിക്കാ പറ. വീണ്ടും ജാബിർ തങ്ങൾ പറഞ്ഞു, മക്കളെ വിളിക്കുമെന്ന്. പിന്നെയും പറഞ്ഞു, മക്കള് പുറത്തു പോയിരിക്കുകയാ, ഭക്ഷണം കഴിക്കാ പറ. മൂന്നാമതും
ജാബിർ തങ്ങൾ കുഞ്ഞിനെ വിളിക്കാ പറയുമ്പോ ഭാര്യതാ മറുപടി പറയുമ്പോ ദേഷ്യപ്പെടുകയാണ്. കാരണം ഭർത്താവ് അറിഞ്ഞിട്ടില്ല, മക്കൾ മരിച്ചതറിഞ്ഞിട്ടില്ല. ഭാര്യയുടെ മുന്നിൽ ദേഷ്യപ്പെടുമ്പോ ജാബിർ തങ്ങളുടെ കയ്യിൽ പിടിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വെളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി പടച്ചവരെ മറച്ചിട്ടിരിക്കുന്ന വെള്ളത്തുണി അങ്ങ് മാറ്റേണ്ട സമയമുണ്ടല്ലോ. ജാബിർ തങ്ങളുടെ ഹൃദയം തകർന്നു പോവുകയാണ്. തന്റെ 2 പൊന്നാര മക്കളുണ്ടല്ലോ മരിച്ച് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ച കാണുകയാ. ജാബിർ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ, മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ തന്റെ പ്രിയപ്പെട്ട ദീനുള്ള അല്ലാഹുവിനെ പേടിയുള്ള സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന ഭർത്താവിനോട് തലയിൽ കൈവച്ചിട്ട് ഭാര്യ പറഞ്ഞു കൊടുത്തു, ജാബിറേ കരയല്ലേ ജാബിറേ, കരയല്ലേ ജാബിറേ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ, ഇത് പടച്ചറപ്പിന്റെ പരീക്ഷണമാ. തോറ്റുകൊടുക്കല്ലേ. നമ്മുടെ വീടിനകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നതാരാ? അല്ലാഹുവിന്റെ റസൂലാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളാ. ഭാര്യക്കാല്, മക്കളെക്കാല്, മാതാപിതാക്കളെക്കാല്, കുടുംബത്തെക്കാല്, ശരീരത്തിനെക്കാല് ഞാനും നിങ്ങളും സ്നേഹിക്കേണ്ട പ്രവാചകരാ നമ്മുടെ വീടിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് കരയല്ലേ ജാബിറേ, അല്ലാഹുവിന്റെ റസൂലെന്ന് ഭക്ഷണം കഴിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലെന്ന് ഭക്ഷണം കഴിക്കട്ടെ. പെണ്ണ് ധൈര്യം കൊടുക്കുകയാ, പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ധൈര്യം കൊടുക്കുകയാണ്. വീടിനകത്തേക്ക് കടന്നു ചെന്നു കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഭക്ഷണം കഴിക്ക് നബിയേ. എവിടെ ജാബിറേ, മക്കളെവിടെ ജാബിറേ? ഭാര്യ പുറകില്ലെന്ന് പറഞ്ഞവര് കളിക്കുകയാണെന്ന് പറഞ്ഞാബിറ്. ജാബിർ നിങ്ങൾ പറഞ്ഞു, ഇല്ല നബിയേ ഭക്ഷണം കഴിക്ക്. 3ാമതും ചോദിച്ചു, ജാബിറേ മക്കളെവിടെ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്ത് നോക്കിയിട്ട് കള്ളം പറയാ കഴിയുന്നില്ല നബിയേ, എന്റെ 2 മക്കളും മരിച്ചുപോയി നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം പഠിപ്പിക്കുന്ന ഗുണപാഠമെന്താ? നമ്മുടെ മക്കളെല്ലാം കാണുന്നുണ്ട്. ഹൃദയങ്ങളില് നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് എല്ലാം തറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറയുകയാ, നല്ല മക്കളെ കിട്ടണോ. 5ാമത്തെ കാര്യം എന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു മാതാവും പിതാവുമായി നീ മാറണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്തൊരവസ്ഥയാ മക്കളും മരിക്കാം. ഇന്നലെ ഞാനും ഒരു മയ്യത്ത് കണ്ടു. ഇന്നലെ ഞാനൊരു മരിച്ച വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ കൂടെ പഠിച്ചതാണ്. എന്റെ കൂടെ പഠിച്ച റിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 33 വയസ്സ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച് വല്ലാത്തതാ. അല്ലാഹുവേ പടച്ചവൻ, അവന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നലെ കരഞ്ഞപ്പോ ഞാൻ ആ വീട്ടിലേക്ക് കടന്നു. എനിക്ക് മയ്യത്ത്, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നത് കാരണം എനിക്ക് മയ്യത്ത് കാണാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ, വളരെ വിഷമത്തോടുകൂടി ഇന്നലെ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ചിട്ട്, സിറാജ് പോയടാ എന്റെ മോൻ, വല്ലാത്ത വേദന. സ്വന്തം മക്കളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോ ചെറുപ്രായത്തിലല്ല 33 വയസ്സ് വരെ തന്റെ പൊന്നുമോനെ വളർത്തിയിട്ട് ആ പൊന്നുമോന് പെട്ടെന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു രംഗം ഏത് മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയാത്തതാ. അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ണനല്ലൂർ ഒരു മരിച്ച വീട്. അള്ളാഹു, ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ഒരു ചെറിയ കുഞ്ഞിനെയും വിട്ടിട്ട് തന്റെ ചെറുപ്രായത്തിൽ
ക്യാൻസർ എന്ന രോഗത്തിന് പിടിപെട്ടിട്ട് ആ ചെറുപ്പക്കാരെ ഇന്ന് മരണപ്പെട്ടു. അള്ളാഹു അവന്റെ മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ മകന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബം അള്ളാഹുവേ നീ അവർക്ക് ക്ഷമ നൽകണേ റഹ്മാനെ. ആ പെണ്ണിന് നല്ല ഒരു ജീവിതം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുത്തു, ഞാൻ നിർത്തുകയാ. ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. സംഘാടകർ ബക്കറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ബക്കറ്റിലേക്ക് ഒരു നല്ല സ്വതക്ക എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത്. ആരും എഴുന്നേറ്റ് പോകരുത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണയുള്ള പടച്ചവനെ, ദയാലുവായ അല്ലാഹ്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയാ റഹ്മാനെ. അല്ലാഹുവേ ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോൾ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നല്ല സദഖ കൊടുക്കുന്നു. അല്ലാഹുവേ ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദഖ കൊടുക്കുന്ന ആൾക്കാരുടെ ശരീരത്തിൽ ഏതെങ്കിലും മറുത്തു മുറിക്കുന്ന രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. ക്യാൻസർ എന്ന രോഗം കൊടുക്കല്ലേ അല്ലാ. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന രോഗം കൊടുക്കല്ലേ അല്ലാ. കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ കൊടുക്കല്ല അല്ലാ. പടച്ചവരെ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. സമയം ഒരുപാടായി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആയുസ് തന്ന ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഒരുമിച്ച് കൂടി കുറച്ചു നല്ല കാര്യം ഇതിന്റെ ബാലൻസ് ഒക്കെ നമുക്ക് പഠിക്കാം. നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വിനീതിന്റെ വയലുണ്ട്. അല്ലാഹു പങ്കെടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ തലശ്ശേരി ഭാഗത്ത് ഒരിക്കൽ വയലിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലിരിക്കുമ്പോൾ ഒരു സഹോദരനും ഒരു ചെറിയ കുഞ്ഞും രണ്ടുപേരും എൻ്റെ അടുക്ക വന്നു. എന്നിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, എനിക്ക് ഹാഫിളാകാൻ ആഗ്രഹമാണ്. എൻ്റെ ചെറിയ പയ്യൻ, ഒരു ചെറുപ്പക്കാരനായ സഹോദരനാണ് കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നു. എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ഹാഫിളാകാൻ ആഗ്രഹമുണ്ട്. അതെല്ലാവരും പറയുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും പറയാറുണ്ട് ഹാഫിളാകണം. ഞാൻ പറഞ്ഞു ദുആ ചെയ്യാം. പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവൻ യതീമാ. അല്ലാഹു, എനിക്ക് പെട്ടെന്ന് വേദന തോന്നി. ഇവന്റെ വാപ്പ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അപ്പൊ ആ ചെറുപ്പം ഞാൻ ആ പൊന്നമ്മൻ അടുത്ത് വിളിച്ചിട്ട്, മോനെ പേടിക്കണ്ട, അല്ലാഹു നിന്നെ ഹാഫിളാക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഇവൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ തിരിച്ചു വരുമ്പോ എന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് ദുആ ചെയ്തിട്ട് പോകും. ചെറിയൊരു കുട്ടിയെ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഉസ്താദിന്റെ വീടിന്റെ മുന്നിലൂടെയാണ് പോകുന്നത്, ഒന്ന് കയറി ദുആ ചെയ്തിട്ട് പോകും. ആ യതീമായ പൊന്നമോന്റെ ഒരു അഭിലാഷമാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ വയത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ ആ വീട്ടിലേക്ക് പോയി. ഗേറ്റിന്റെ മുന്നിൽ അവർ രണ്ടുപേരും കാത്തിരുന്നു. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആരുമില്ല. പ്രശ്നം ഇങ്ങനെ വീട്ടിലേക്ക് കയറി ചെന്ന് ഇങ്ങനെ വെളിയിലിരുന്നു. വെളിയിലിരിക്കുന്ന സമയത്ത് ആരോ കടന്ന് ഇങ്ങനെ അട്ടഹസിക്കുന്ന ശബ്ദം കേട്ടു. ഒരു പെണ്ണിങ്ങനെ കിടന്ന് വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ പെട്ടെന്ന് അറ്റാക്ക് വല്ലതും വന്നിട്ട് മരണപ്പെട്ടു പോയതായിരിക്കും. അപ്പൊ ഈ ചെറിയ പയ്യൻ, അപ്പൊ ഞാൻ അകത്തേക്ക് കയറിയപ്പോ ഈ വെളിയിൽ നിന്ന ആളോട് ഞാൻ ചോദിച്ചു, അച്ഛനും എൻ്റെ വാപ്പ എങ്ങനെ മരിച്ചു, എന്ത് പറ്റിയ സുഖമില്ലായിരുന്നു? അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹുവേ പടച്ചവനെ അകത്ത് കിടന്ന് ബഹളം വെക്കുന്ന ആരാന്നൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇവര് പാവപ്പെട്ടവരാ, ഇദ്ദേഹം ഒരു ലോഡിങ് തൊഴിലാളിയാ, ചുമട്ട് തൊഴിലാളി. അപ്പൊ പടച്ചവന് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഈ ചെറിയ പയ്യൻ നോക്കുമ്പോ അയൽവാസിയായ പയ്യൻ ഒരു സൈക്കിളിൽ വീടിന്റെ മുന്നിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കുക, സൈക്കിളെ വിട്ടാ. അപ്പൊ ഇത് കണ്ടപ്പോ ഈ ചെറിയ മകന് ആഗ്രഹം തോന്നി. അവൻ ആ സൈക്കിളിൽ കയറിയിരുന്നപ്പോ അവൻ തെള്ളിയിട്ടു, കൈ മുറിഞ്ഞിട്ട് വീടിന്റെ മുറ്റത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വാപ്പ വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നത്. വാപ്പ വീട്ടിലേക്ക് ബൈക്ക് നിർത്തിയിട്ട് ഇറങ്ങി വന്നപ്പോ മകൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വാപ്പ തന്റെ മകനോട് ചോദിച്ചു, എന്തിനാ മോനെ കരയണേ? വാപ്പ എനിക്കൊരു സൈക്കിള് വേണം.
വാപ്പ എനിക്കൊരു സൈക്കിൾ വേണം. ആ ചുമട്ട് തൊഴിലാളിയായ മനുഷ്യൻ തന്റെ കയ്യിൽ പൈസ ഇല്ല. വാപ്പ പറഞ്ഞു, മകനെ നിനക്ക് പിന്നെ മേടിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ വാപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ വീടിനകത്തിരുന്നോണ്ട് പറഞ്ഞു, പിന്നെ ആർക്കാ സമ്പാദിക്കുന്നത്? സ്വന്തം മകനൊരു സൈക്കിള് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലല്ലോ എന്ന് ഭാര്യ കുറ്റപ്പെടുത്തിയപ്പോ തന്റെ മകനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് ആ സഹോദരൻ ഇറങ്ങിപ്പോയതാ. എന്റെ പ്രിയമുള്ളവർ, ഏതോ കടയിൽ പോയി ഒരു സൈക്കിള് വാങ്ങി ബൈക്കിന്റെ പുറകിൽ വെച്ച് കെട്ടിവെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഒരു കാറുമായി കൂട്ടിയിടിച്ച സഹോദരൻ മരണപ്പെട്ടു പോയി. വാപ്പ കൊണ്ടുവരുന്ന പുതിയ സൈക്കിളും കാത്ത് വീടിന്റെ മുറ്റത്തിരിക്കുന്ന പൊന്നുമോൻ, ആ പൊന്നുമോന്റെ മുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ചൊരു കാഴ്ചയാ കണ്ടത്. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, ഇന്ന് ഈ പെണ്ണ് അന്നത്തോടുകൂടി തന്റെ ഭർത്താവിന്റെ മയ്യത്ത് കണ്ടതോടുകൂടി അവർക്ക് ഭ്രാന്ത് പിടിച്ചു. അല്ലാഹുവേ പടച്ചവനെ, ഈ മകനെ അടുത്ത് കണ്ടാ പറയും വാപ്പാനെ കൊന്നവനെന്ന് പറഞ്ഞ് അല്ലാഹുവേ ഉമ്മ അടിക്കാൻ പോവാ. പൊന്നുമോനാണ് വാപ്പയെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇങ്ങനെ ബഹളം വെക്കുക. ഉമ്മ ഉറങ്ങുമ്പോ ഇവനെ അടുത്തു പോകും ഉമ്മാനെ കാണാൻ. വല്ലാത്ത വേദനയോടുകൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആ സമയത്ത് ഒരു 101 രൂപ എന്റെ കയ്യിൽ വെച്ചിട്ട് ആ പൊന്നുമോൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, എനിക്ക് ആ 101 രൂപ 1,00,000 രൂപയെക്കാൾ വല്ലാത്ത വിലയാ. 101 രൂപ എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തേ മോനെ ദുആ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഹാഫിള് ആകണം ഉസ്താദ്, എനിക്ക് ഹാഫിള് ആകണം. നിങ്ങളുടെ വയലിൽ ഞാൻ എപ്പോഴും കേൾക്കുന്നവനാ, എനിക്ക് ഹാഫിള് ആകണം. എനിക്ക് സൈക്കിള് വാങ്ങാൻ പോയ വഴിയിലാണ് എന്റെ വാപ്പ പോയത്. എന്റെ ഉമ്മ ഇന്ന് ഇങ്ങനെ ആകാൻ ഒരു കാരണക്കാരൻ ഞാനാ. അതുകൊണ്ട് ഇവരെ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ച് എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് ഉസ്താദ് എനിക്ക് വേണ്ടി ഹാഫിളാകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് അവൻ എന്റെ കയ്യിൽ 101 രൂപ തന്നിട്ടെന്ന് ദുആ വസിയ്യത്ത് ചെയ്തു. ഇന്ന് ഞാൻ പൊന്നുപോലെ ഒരു നിധി പോലെ ആയി 101 രൂപ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് വളർന്നു വരുന്ന എന്റെ മകന്റെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് പറയാൻ. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എന്റെ പ്രിയമുള്ളവരെ, മക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാഹു നല്ല മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ ജീവിതം ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയും ചിന്തിക്ക്, നിങ്ങൾ ഇന്ന് നിങ്ങളങ്ങ് മരിച്ചുപോയാ പറ വാപ്പ, നിന്റെ മോൻ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും. ഓരോ വാപ്പയും പറ 1000 വട്ടം നീ നിന്റെ മോൻ എന്ന് പറയുന്ന ഈ നിന്റെ മോൻ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും. പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഇമാമത്ത് നിൽക്കാനെങ്കിലും നീ അവനെ പഠിപ്പിച്ചിട്ടുണ്ടോ? 6 അടി മണ്ണിനകത്ത് കുഴിച്ചിട്ടിട്ട് ഈ പറയുന്ന നിന്റെ മോൻ നിന്റെ കബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയും, പ്രതീക്ഷിക്കാനല്ലാതെ ഉറപ്പ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഈ മക്കളൊരു പാവപ്പെട്ട പെൺകുട്ടി 10 പവൻ സ്വർണം, ഉസ്താദേ ഭക്ഷണ ചെലവ് മറ്റുള്ള ചെലവുകളൊക്കെ ആൾക്കാരെടുത്തു. ഡിസംബർ മാസം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം ഞങ്ങൾക്ക് ആരുടെ മുന്നിലും വലിയവനാകാനല്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് 10 പവൻ സ്വർണം കൊടുത്ത് ഡിസംബറില്ല മാസങ്ങളുണ്ട് ഉസ്താദേ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഈ വയതിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മാന്റെയും ഭാര്യയുടെ കയ്യിൽ കിടക്കുന്നത് ഊരി വിറ്റിട്ടെങ്കിലും ഞങ്ങൾ നടത്താൻ തയ്യാറാ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ 6 അടി മണ്ണിൽ അല്ലാഹു നിങ്ങളോട് ചോദിക്കാം, എനിക്കാരെങ്കിലും കടം തരുമോ? അവന് ഞാൻ സ്വർഗം തരാമെന്ന് അല്ലാഹു പറയുന്നു. എനിക്ക് പിരിക്കാനൊന്നും അറിയില്ല, എങ്കിലും നിങ്ങളെ ഇത്ര പേരെ എന്റെ മുന്നിൽ കിട്ടിയിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി ചോദിച്ചിരുന്നെങ്കിൽ തരുമായിരുന്നല്ലോ സിറാജെ, എന്തേടാ നീ ചോദിക്കാഞ്ഞത് എന്ന് അല്ലാഹു എന്നോട് ചോദിച്ച പറയാനൊരു മറുപടി എന്റെ അടുത്തില്ലാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിനക്ക് മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കാണാം. നീ പേടിക്കണ്ട, അല്ലാഹു പറഞ്ഞു നിനക്കല്ല നല്ല മരണം തരും. ഇതിന്റെ പ്രതിഫലം ഞാൻ 1 പവനോ 2 പവനോ ഒന്നും ചോദിക്കുന്നില്ല. ഞാനൊരു ചെറിയ സദക്ക ഇപ്പൊ വേണ്ട, ഡിസംബർ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്താ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തരുപ്പ. മരിക്കുന്ന സമയം നിനക്ക് അല്ലാഹു നല്ല മരണം തരും. 2, നീ കണ്ടട്ടെ മരിക്കൂ സ്വർഗം. നീ കണ്ടട്ടെ മരിക്കുന്ന സമയം സ്വർഗം കണ്ടട്ടെ നീ മരിക്കൂ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, കബറിനകത്ത് നീ കടക്കുമ്പോ കാലിന്റെ ഭാഗത്ത് അല്ലാഹു സ്വർഗം തുറന്നു തരും. 4, നീ നാളെ പരലോകത്തിൽ എഴുന്നേറ്റ് നടക്കണ്ട,
ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പറന്ന് സ്വർഗത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അപ്പാ നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരും. എന്തൊരു വേദനയെന്നറിയോ, ഇതൊരു വേദനയെന്നറിയോ. ഇത്ര ഞാൻ ഹജ്ജിന് പോയപ്പോ ജംറയിൽ നിന്നിട്ട് കല്ലെറിഞ്ഞിട്ട് വരുമ്പോ റോഡിന്റെ സൈഡിൽ ഒരു മനുഷ്യൻ മരിച്ചു. അവസാനം കുറച്ചൊരു മരണത്തോട് മല്ലടിച്ച് ആ രംഗം കാണുക. അല്ലാഹു എത്രയോ നല്ല മരണം, മനുഷ്യന്റെ മുഖത്തെ ചിരി. അപ്പൊ എത്രയോ നല്ല മരണം കണ്ടില്ലേ, നിനക്ക് അതുപോലൊന്നും പോകണ്ടേ? നിന്റെ വാപ്പ പോയപ്പോ വെറും കയ്യോടെ പോയി, നിങ്ങളുടെ ഉമ്മ പോയപ്പോഴും വെറും കയ്യോടെ പോയി. എന്നിട്ട് എല്ലാം നിന്റെ കയ്യിൽ തന്നിട്ട് അവര് പറഞ്ഞത് നീയും ഇതുപോലെ പോകേണ്ടവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് സദക്ക ചെയ്യാൻ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഡിസംബർ മാസം വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരാം. ഇപ്പോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യവും കഴിവും പൈസയും തന്ന നിങ്ങളാൽ കഴിയുന്ന ഒരു സദക്ക പെൺകുട്ടിക്ക് വേണ്ടി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1 ഗ്രാമിന് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. 1 ഗ്രാമിന് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 1/4 ഗ്രാം അതിന് എത്ര രൂപയാകുമെന്ന് എനിക്കറിയില്ല. 3000-3500 രൂപ, അതിനപ്പുറം ഉണ്ടാകില്ല. 1/4 പവൻ സ്വർണം. അല്ലാഹുവേ, മനസ്സറിഞ്ഞുകൊണ്ട് ഉസ്താദേ, എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട, നാട്ടുകാരെ കാണിക്കാനല്ല, എനിക്ക് അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹത്തോടെ 1/4 പവൻ സ്വർണം ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള, അല്ലാഹ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കായി സദസ്സ്. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരൻ കുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹീമായ കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ 3000-4000 രൂപയോ ഉള്ള തമ്പുരാനെ, പക്ഷേ പടച്ചവനെ ലക്ഷങ്ങൾ കൊടുക്കാൻ കഴിവുള്ളവർ ഈ സദസ്സിലുണ്ട്. റഹ്മാനെ അല്ലാഹ്, നിന്നെ ഞാൻ ഏൽപ്പിച്ചത് സ്വർഗത്തിന്റെ അവകാശികളെ തിരഞ്ഞെടുക്കാനാ, നീ ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കാനാ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ പണക്കാരനല്ല റഹ്മാനെ, എങ്കിലും പടച്ചവര് ഉള്ളത് കൊടുക്കാൻ ഒരു പെൺകുട്ടിയെ വളർത്തി വിവാഹം കഴിച്ചു വിടുന്നതിന്റെ പ്രയാസം അറിയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യർ. അല്ലാഹുവേ, ആ മനുഷ്യന്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവരെ, എത്രയോ പേരുടെ മയ്യത്ത് കണ്ട് എല്ലാവരും വെറും കൈയോടെ പോയി. എനിക്ക് സ്വർഗം കണ്ടിട്ട് വെള്ളിയാഴ്ച രാവിലെ പോണമെന്ന മോഹത്തോട് ഒരു പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു. അല്ലാഹ്, സ്വീകരിക്കണേ തമ്പുരാനെ. ഒരു നല്ല മരണം കൊടുക്കണേ റഹ്മാനെ, ഒരു നല്ല മരണം കൊടുക്കണേ റഹ്മാനെ. ആ മനുഷ്യന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവർ മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് പറയണേ അല്ലാഹ്. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. ഒരാൾ ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ സദസ്സിൽ അൽഹംദുലില്ലാഹ് എപ്പം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. എനിക്കൊരു 4 പേര് വേണം. 1 പവൻ സ്വർണ്ണമാണ് എൻ്റെ ആഗ്രഹം. ആരാ ഒരാൾ കൂടെ ഈ സദസ്സിൽ? അൽഹംദുലില്ലാഹ്. കുലൂത്ത് കുബീർ 2 പേര് പറഞ്ഞു, മനുഷ്യ 1 രൂപ കൊടുക്കണമെങ്കിൽ 70 എണ്ണത്തിനെ കൊല്ലണം. നീ വിചാരിച്ച പൈസ പോക്കറ്റിലുണ്ട്, കൈ പൊക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് അല്ലാഹ്നോടാ. അല്ലാഹ് സ്വർഗത്തിന്റെ അവകാശിയെ നീ തെരഞ്ഞെടുക്കും. 3 പേര് കുലൂത്ത് കുബീർ പറഞ്ഞു. കുലൂത്ത് കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മത്തിന്റെ മലക്കുകളെ പൈതറങ്ങുന്ന സദസ്സാ അല്ലാഹ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടിയാ അല്ലാഹ്. പടച്ചവനെ, ഈ സദക്ക സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇവരുടെ മാതാപിതാക്കള് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെയായില്ലല്ലോ, എനിക്കൊരു നല്ല മകൻ ജനിച്ചല്ലോ എന്നോർത്തിട്ട് മാതാപിതാക്കൾ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹ്. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. വാപ്പയുടെ ചിരിക്കുന്ന മുഖം, മരിച്ചുപോയ ഉമ്മയുടെ ചിരിക്കുന്ന മുഖം ഇന്ന് സ്വപ്നത്തിൽ കാണാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. ഒരാൾ കൂടെ ഇൻഷാ അല്ലാഹ്, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ 1 പവനാ ഇൻഷാ അല്ലാഹ്. ഒരാൾ കൂടെ ഈ സദസ്സിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയ.
അൽഹംദുലില്ലാ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പൈസരെ സഹോദരിമാരുടെ ഭാഗത്തേക്കും പോകാം. ആരാ ഒരാൾ കൂടെ ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഏറ്റവും പുറകിൽ ഇരുന്നിട്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു അടിമ ഖുലൂത്ത് കബീർ അല്ലാഹ് ഖുലൂത്ത് കബീർ അല്ലാഹുവേ അല്ലാഹുവേ ആ ഉയർത്തിയ കൈ മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവരെ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ ഈ 4 പേർക്കും കൊടുക്കല്ലോ അല്ലാഹ്. പടച്ചറപ്പേ ഭാര്യ മരണം ആഗ്രഹിക്കുന്ന, സ്വന്തം മക്കള് വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഒരവസ്ഥ വരെ ഈ 4 പേരെയും എത്തിക്കല്ലോ അല്ലാഹ്. മരിക്കുന്ന സമയം സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് വെള്ളിയാഴ്ച രാവിലെ കടക്കാരനല്ലാത്ത രീതിയിൽ ഈ ലോകത്തോട് യാത്ര പറയാറ് ഇവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 4 പേരിനെ ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് സംഘാടകർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകാം. അല്ലാഹ് ഇഷ്ടപ്പെട്ട ഒരു 4 പെണ്ണ്. ഉസ്താദേ, പ്രസവ വേദന ഞാൻ അനുഭവിച്ചവളാ, ഞാനും ഒരു പെണ്ണിന്റെ വേദന എനിക്കറിയാം. ഡിസംബർ 3 മാസം സമയമുണ്ടല്ലോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ള ഒരു 4 പെണ്ണുങ്ങൾ തരും ഇൻഷാ അല്ലാഹ്. നിങ്ങളൊരു 3 സ്വലാത്ത് പറഞ്ഞു തീരുമ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ടൊരു സ്വർഗത്തിന്റെ അവകാശം ഉണ്ടാകും. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്.